السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله. കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 223 വരെയാണ് കവർ ചെയ്തത് അല്ലെ. ഇന്ന് ഇൻഷാല്ലാ 224 മുതൽ 227 വരെ ചെറിയ ആയത്തുകളാണ്, എണ്ണം കണ്ട് ബേജാറാവേണ്ട വരും. പക്ഷെ മാഷാല്ലാ നമുക്ക് വേണ്ട കുറെ ലെസൺസ് തരുന്ന ആയത്തുകളും കൂടിയാണ്. ഇൻഷാല്ലാ നോക്കാം നമുക്ക്. 224 ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم. നിങ്ങൾ നിങ്ങളുടെ സത്യങ്ങൾക്ക് അല്ലാഹുവിനെ ഒരു വിലങ്ങ് അല്ലെങ്കിൽ തടസ്സമാക്കരുത്. അതായത് നിങ്ങൾ പുണ്യം പ്രവർത്തിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും മനുഷ്യർക്കിടയിൽ നന്മയുണ്ടാക്കുകയും ചെയ്യുന്നതിന്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ആകുന്നു. വാക്കർത്ഥം വലാ തജഅലു, നിങ്ങൾ ആക്കരുത്, അല്ലാഹുവിനെ ഉർദതൻ ഒരു തടസ്സം, ഐൻ റോ ദോദ്, ലി ഐമാനിക്കും നിങ്ങളുടെ ശബദങ്ങൾക്ക്, യാ മീം നൂൻ, അൻ തബറു നിങ്ങൾ നന്മ ചെയ്യുന്നതിന്, ബ റോ റോ ബിർ എന്നുള്ള വാക്കിൽ നിന്നുള്ളതാണ്. വതത്തഖു നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിനും, വാവ് ഖാഫ് യാ. വതുസ്ലിഹു നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുന്നതിനും, സ്വാദ് ലാം ഹ സുൽഹ. ബൈനൻ നാസി ആളുകൾക്കിടയിൽ, വല്ലാഹു അല്ലാഹു സമീഉൻ എല്ലാം കേൾക്കുന്നവനാണ്, അലീമുൻ എല്ലാം അറിയുന്നവനാണ്. തഫ്സീർ നോക്കാം. വലാ തജഅലുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ ആക്കരുത്, തജഅലു ജീം ഐൻ ലാം, ഉർദതൻ ലി ഐമാനിക്കും നിങ്ങളുടെ ശബ്ദങ്ങൾക്ക് സത്യങ്ങൾക്ക് ഒരു എക്സ്ക്യൂസ് ആക്കിയിട്ട്. ഓക്കെ, ഉർദ എന്നുള്ള വാക്ക് ഐൻ റോ ദോദ്. ഉർദ എന്ന് പറഞ്ഞാല് ഒരു പരിചയാണ്. ഓക്കെ, ഒരു വ്യക്തി സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷീൽഡ്. ഓക്കെ, ഒരു പരിച, അതായത് അവനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഉപദ്രവിക്കപ്പെടില്ല, ഷീൽഡ് ഉപദ്രവിക്കപ്പെടുള്ളൂ അല്ലേ. നമ്മൾ യുദ്ധത്തിനൊക്കെ പരിച അണിഞ്ഞിട്ട് കാണാറുണ്ട്. അതായത് അവനൊരു ഒരു വെട്ട് കൊണ്ടു കഴിഞ്ഞാൽ അത് പരിചയുടെ മേലെ തട്ട, അവന്റെ മേല് തട്ടൂല. അപ്പം ഒരു തരത്തിലുള്ള സംരക്ഷണത്തിനാണ്, ഇതുപോലെയുള്ള ഷീൽഡ് ചെയ്യുന്ന സംരക്ഷണത്തിനാണ് ഉർദ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ഉർദയാക്കിയിട്ട് എടുക്കല്ലേ, ഷീൽഡ് ആക്കിയിട്ട് എടുക്കല്ലേ. അതായത് എന്ത്, ലി ഐമാനിക്കും നിങ്ങളുടെ ശബ്ദങ്ങൾക്ക്, നിങ്ങളുടെ സത്യങ്ങൾക്ക്. ഐമാൻ എന്ന് പറഞ്ഞാൽ യമീനിന്റെ പ്ലൂരലാണ്. യമീൻ യ മീം നൂൻ. ഓക്കെ, സത്യം ചെയ്യൽ അല്ലെങ്കിൽ ശപഥം ചെയ്യലിനാണ് യമീൻ എന്ന് പറയുന്നത്. അപ്പം വല്ലാഹി ഞാൻ ഇന്നത് ചെയ്യും അല്ലെ, അള്ളാഹാണ് സത്യം, ഞാൻ ഇങ്ങനെ ചെയ്യൂല, അങ്ങനെയൊക്കെ ഉള്ള സത്യങ്ങൾ അള്ളാഹുവിന്റെ പേര് ഉപയോഗിച്ചിട്ട് അല്ലെ, അള്ളാഹി എന്ന് ഇംഗ്ലീഷ് അറബിയിലോ, അല്ലെങ്കിൽ അള്ളാഹു ആണേ സത്യം, അള്ളാഹു ആണേ ഞാൻ അങ്ങനെ ചെയ്യൂല, അള്ളാഹു ആണേ, അതായത് ചെയ്യും ചെയ്യൂല എന്ന് പറയുന്ന നമ്മൾ ഭാവിയിൽ ചെയ്യുന്ന ശബ്ദങ്ങൾ, അള്ളാഹുവിന്റെ പേര് ഉപയോഗിച്ചിട്ടുള്ള ശബ്ദങ്ങൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ അള്ളാഹുവിന്റെ പേരില് ശപഥം ചെയ്തിട്ട് അതിനെ ഒരു എക്സ്ക്യൂസ് ആക്കിയിട്ട് ഉപയോഗിക്കല്ലേ. അതിനെ നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാനുള്ള ഒരു ഒഴിവുകഴിവായിട്ട് നിങ്ങൾ ഉപയോഗിക്കല്ലേ. കാരണം ഞാൻ അള്ളാഹിന്റെ പേരിൽ ഇങ്ങനെ ശപഥം ചെയ്തു പോയി, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യണം, അല്ലെങ്കിൽ അള്ളാഹിന്റെ പേരിൽ ശപഥം ചെയ്തു പോയി, അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾ ചെയ്യല്ലേ. ഓക്കെ, എന്തിൽ നിന്നാണ്? അൻ തബറു വതത്തഖു വതുസ്ലിഹു ബൈനന്നാസ്. തബറു എന്താണ്? ബ റോ റ ബിർ, നന്മ പുണ്യപ്രവർത്തനം ചെയ്യുക. ഓക്കെ, നന്മയുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുക. തത്തഖു, തഖ്തഖു നമുക്കറിയാം തഖ്വ എന്നുള്ള വാക്കിൽ നിന്നാണ് അല്ലെ, തഖ്വ സൂക്ഷ്മത പാലിക്കുക. എന്താണ്? വതുസ്ലിഹു, തുസ്ലിഹ് സ്വാദ് ലാം ഹ ഇസ്ലാഹ് അല്ലെ, എന്താണ്? സുൽഹാക്കുക അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുക, രഞ്ജിപ്പുണ്ടാക്കുക എന്നൊക്കെ അർത്ഥം. ബൈനന്നാസ് ആളുകൾക്കിടയിൽ. ഓക്കെ, ആളുകൾക്കിടയിലുള്ള പ്രശ്നം മാറ്റിയിട്ട് അവരെ ഒന്നിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് തുസ്ലിഹു ബൈനന്നാസ്. അപ്പം അള്ളാന്റെ പേര് ഉപയോഗിച്ച് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കല്ലേ. ഓക്കെ, അപ്പം അള്ളാഹു ആണ് സത്യം, ഞാൻ ഇന്ന നല്ലത് ചെയ്യൂല, ഇന്ന പുണ്യപ്രവർത്തനം ചെയ്യൂല എന്ന് ശപഥം ചെയ്തിട്ട്, ഓ അള്ളാഹിന്റെ പേരിൽ ഞാൻ ചെയ്തു പോയി, ഇനി അത് ചെയ്യൂല എന്ന് നിങ്ങൾ പറയല്ലേ.
അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടാളുകൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ട്, ഓക്കെ, അത് ഒത്തുതീർപ്പാക്കുന്ന കാര്യത്തിൽ ഞാൻ ശപഥം ചെയ്തു പോയി, ഇനി ഞാൻ അതിനൊന്നും നിൽക്കൂല എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയല്ലേ. ഇപ്പം ഉദാഹരണത്തിന് വളരെ സിമ്പിൾ ആയിട്ട് അള്ളാഹിന്റെ പേരിൽ ശപഥം ചെയ്യാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വെറുതെ പറയാ, എന്താണ്, അള്ളാണ് ഇനി ഞാൻ നോമ്പ് എടുക്കൂല. അപ്പൊ നോമ്പിന്റെ സമയം, ഫർള് നോമ്പിന്റെ സമയം വന്നു, ഇല്ല ഞാൻ ശപഥം ചെയ്തു പോയി, ഞാൻ നോമ്പ് എടുക്കൂല എന്ന് പറയുന്നത് പോലെ, ഓക്കെ. അല്ലെങ്കിൽ അള്ളാഹുവാണ് ഞാൻ ഇനി എന്റെ ആങ്ങളെനെ ജന്മത്ത് വിളിക്കൂല, ശപഥമാണ്, അള്ളാഹുവാണ് ഞാൻ ഇനി അവനെ വിളിക്കൂല. സുബ്ഹാനല്ലാഹ്, അതൊരു തെറ്റായ കാര്യമാണ് അല്ലെ, തിന്മയാണ്, അതായത് നന്മയിൽ നിന്ന് മാറി നിൽക്കലാണ്. കാരണം അവൻ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്, അള്ളാഹുവാണേ ഇനി ഞാന് ചെയ്യൂല. അപ്പം അള്ളാന്റെ പേരിൽ ഞാൻ ശപഥം ചെയ്തു പോയി, അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യൂല എന്ന് നിങ്ങൾ പറയല്ലേ. അള്ളാന്റെ പേര് നിങ്ങളെ തന്നെ നന്മ ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കല്ലേ, അല്ലെ. അള്ളാന്റെ പേര് നമ്മൾ എന്തിനാ ഉപയോഗിക്കേണ്ടത്? തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس. സുബ്ഹാനല്ലാഹ്. അപ്പൊ നല്ലത് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ അള്ളാഹിന്റെ പേര് ഉപയോഗിക്കുക. വല്ലാഹു സമീഉൻ അലീം. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനാണ്, അല്ലെ. അള്ളാഹ്ക്ക് നിങ്ങൾ എന്താ പറഞ്ഞതും നിങ്ങൾക്ക് അറിയാം, അള്ളാഹ്ക്ക് നിങ്ങൾ പറഞ്ഞത് കേൾക്കുകയും ചെയ്യാം. അള്ളാഹ്ക്ക് നിങ്ങൾ എന്താണ് പറയാൻ പോണതെന്നും ചെയ്യാൻ പോണെന്നും അള്ളാഹ്ക്ക് അറിയുകയും ചെയ്യാം. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മളെ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു? ഭാര്യ ഭർത്താവിന്റെ ബന്ധം, അല്ലെ. നമുക്കറിയാം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. പലരും അത് സ്വപ്നം കാണുന്നവരാണ്, അല്ലെ, അത്തരത്തിലുള്ള ബന്ധങ്ങൾ, അല്ലെ. നല്ല ഒരു ഭാര്യ ഭർത്താവിന്റെ ഒരു ബോണ്ട് ഉണ്ടാവാൻ ചിലപ്പം അതിനുള്ള ഭാഗ്യമില്ലാത്ത ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം എത്രത്തോളം അത് ഭംഗിയുള്ളതാണോ അത്രത്തോളം തന്നെ അതിൽ ചാലഞ്ചുകൾ ഉണ്ട്, അല്ലെ, വെല്ലുവിളികളുള്ള ബന്ധമാണ് അത്. സുബ്ഹാനല്ലാഹ്. ചില സമയത്ത് വളരെ വലിയ തെറ്റുകളൊക്കെ ചെയ്തു പോകാം, അല്ലെ. അപ്പം അതിനുശേഷം പടച്ചോനാണ് ഇനി ഞാൻ ഇത് ചെയ്യൂല അങ്ങനെ പറയാറുണ്ട്, അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കൂല, ഇനി പടച്ചോനാണ് നിങ്ങളെ കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡ്രസ്സ് തേച്ച് തരൂല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്താണ് ഭക്ഷണം ഉണ്ടാക്കി തരൂല, അല്ലെങ്കിൽ നിങ്ങളെ ഉമ്മനോട് ഞാൻ മേലാ സംസാരിക്കൂല, അല്ലെങ്കിൽ തിരിച്ച് ഭർത്താവില്ല, ഇനി ഞാൻ നിന്റെ വീട്ടിൽ കാല് കുത്തൂല. ഇതൊക്കെ സുബ്ഹാനല്ലാഹ് സ്ഥിരമായിട്ട് നമ്മുടെയൊക്കെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ. അവിടെ ആ ഒരു പടച്ചോനാണെന്ന് കൂട്ടിയ കാര്യം പോലും പലർക്കും ഓർമ്മയുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ് എന്താ പറയുന്നത്? നിങ്ങൾ എന്റെ പേര് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കല്ലേ. സുബ്ഹാനല്ലാഹ്. ശരിയാണ്, അല്ലെ. നമുക്ക് വിഷമം ഉണ്ടാവും, വേദനിപ്പിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മൾ പലപ്പോഴും അപ്സെറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും, ദേഷ്യമുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എത്ര ഇമോഷണൽ ആയാലും അള്ളാന്റെ പേരിൽ ശപഥം ചെയ്തിട്ട് ഭാവിയിൽ നന്മ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കല്ലേ. സുബ്ഹാനല്ലാഹ്. കാരണം ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ, അല്ലെ, അവരുടെ ഇടയിൽ ചില പ്രതീക്ഷകൾ, എക്സ്പെക്ടേഷൻസ് ഉണ്ട്, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ചില അവകാശങ്ങളുണ്ട്, അല്ലെ. അതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പം അത് അള്ളാന്റെ പേര് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിൽ നിന്നൊന്നും മാറി നിൽക്കല്ലേ. മാത്രല്ല അള്ളാന്റെ പേര് നിങ്ങളുടെ ബാധ്യതകൾ, അതായത് ഫർദുകൾ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതും നിങ്ങൾ ഉപയോഗിക്കില്ല. കാരണം ചിലര് ഉണ്ട്, സുബ്ഹാനല്ലാഹ്, ദീനിന് വേണ്ടിയിട്ട്, അല്ലെ. ഇനി ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, കാരണം മൂപ്പരുമായിട്ട് നല്ലോണം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് നോമ്പും നിസ്കാരം ഒന്നും മര്യാദയ്ക്ക് പോവില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുണ്ട് ചിലർ. എന്താണ്, കല്യാണം തന്നെ വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. കാരണം കല്യാണം കഴിച്ചവരൊക്കെ കുറേ സമയം ഐഹികമായ ജീവിതത്തിൽ വേസ്റ്റ് ആക്കാണ്. ഞാൻ ഇനി അതിനൊന്നും നിൽക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ദീനിൽ അതൊന്നും ഇല്ല, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹ് പറയണ അള്ളാന്റെ പേര് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കല്ലേ. ജീവിതം പ്രയാസകരമാണ്, അതിൽ വെല്ലുവിളികളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ എന്താണ്, ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതിൽ നിന്ന് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ അതിന്റെ പേരിൽ മാറി നിൽക്കല്ലേ. ഒരു ഹദീസിനകത്ത് ബുഖാരിയിലും ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ള ഒരു ഹദീസാണ്. അതിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു സമൂറ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. വഇദാ ഹലഫ്ത അലാ യമീനിൻ فرأيت غيرها خيرا منها فأت الذي هو خير وكفر عن يمينك. നീ ഒരു വിഷയത്തിൽ സത്യം ചെയ്തു, പിന്നീട് അതിനേക്കാൾ മെച്ചപ്പെട്ടത് കാണുകയും ചെയ്താൽ കൂടുതൽ നല്ലത് ചെയ്യുകയും സത്യത്തിന്റെ പേരിൽ പ്രായശ്ചിത്തം ചെയ്യുകയുമാണ് വേണ്ടത്. സുബ്ഹാനല്ലാഹ്. അല്ലെ. അപ്പൊ അള്ളാന്റെ പേരിൽ ഞാൻ സത്യം ചെയ്തു പോയി, അതുകൊണ്ട് ഇനി ഞാൻ അത് ചെയ്യൂല എന്ന് പറയല്ല വേണ്ടത്. നീ ഒരു സത്യം ചെയ്യുകയും ചെയ്തു, എന്നാൽ അതിനേക്കാൾ നല്ലത്, അല്ലെ, അതിനേക്കാൾ ഉത്തമമായത് നന്മയുള്ളത് നീ ഒന്ന് കാണുകയും ചെയ്താൽ ആ നന്മയുള്ള കാര്യം നീ ചെയ്യുകയും ആ ചെയ്ത സത്യത്തിന് നീ പ്രായശ്ചിത്തം, കഫാറ നൽകുകയുമാണ് ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്.
ഇപ്പൊ പലപ്പോഴും അല്ലേ നമ്മൾ പ്രത്യേകിച്ച് വീടുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാണ് ഇനി മേലെ നിങ്ങൾക്ക് അത് ചെയ്തു തരൂല എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് നമുക്കൊരു പക്ഷെ അതിന്റെ അടുത്ത നിമിഷം തന്നെ നമുക്ക് തോന്നും ഇല്ല ഇത് ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി. അപ്പൊ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ആ കാര്യം തിരുത്തുകയും ചെയ്യുക, അതിന്റെ കൂടെ കഫാറ കൊടുക്കുകയും ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഈ ഒരു ഹദീസിൽ നിന്ന് നമ്മൾ അതാണ് പഠിക്കുന്നത്. നമ്മൾ സത്യം ചെയ്ത് ശപഥം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ, അതിന് എന്ത് കാര്യമാണെങ്കിലും അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കഫാറയുണ്ട്. എന്താണ് കഫാറ ഇവിടുത്തെ നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഇനി സത്യം ചെയ്യലിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനൊരു ക്ലാസ് ഷെയർ ചെയ്യാം. മുന്നേ വേറൊരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് എടുത്ത ഒരു ക്ലാസ് ഉണ്ട്, അത് ഷെയർ ചെയ്യും. കാരണം ചിലർക്ക് അത് സ്ഥിരം ഹാബിറ്റ് ആയിരിക്കും. എല്ലാം സത്യം വല്ലാഹി ഞാൻ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂല എന്ന് പറയുന്ന, അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്യുന്നത് ഹാബിറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അല്ലാതെ എത്രത്തോളം എന്താ പറയാ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ക്ലാസ് ഞാൻ പിന്നെ ഈ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ കൂടെ ഷെയർ ചെയ്യാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾക്ക് ഈ ഹദീസിൽ നിന്ന് എന്താ മനസ്സിലാവും, നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ ഒരു വിഷയത്തിൽ സത്യം ചെയ്യും, അതിനേക്കാൾ ഉത്തമമായത് കാണുകയും ചെയ്താൽ ആ നല്ലത് നിങ്ങൾ ചെയ്യുകയും സത്യത്തിന്റെ പേരിൽ നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യുകയുമാണ് വേണ്ടത്. വലാ തജഅലുല്ലാഹ ഉർദതൻ ലിഅയ്മാനികും അൻ തബറു വതത്തഖു വതുസ്ലിഹു ബൈനന്നാസി വല്ലാഹു സമീഉൻ അലീം. ഇനി അടുത്ത ആയത്ത് 225. ലാ യുആഖിദുകുമുല്ലാഹു باللغو في أيمانكم ولكن يؤاخذكم بما كسبت قلوبكم والله غفور حليم. നിങ്ങളുടെ സത്യങ്ങളിൽ മനഃപൂർവമല്ലാത്ത വ്യർത്ഥവാക്കുമൂലം അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല. എങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങൾ മനഃപൂർവ്വം പ്രവർത്തിച്ചത് മൂലം അവൻ നിങ്ങളെ പിടികൂടുന്നതാണ്. അള്ളാഹു വളരെ പൊറുക്കുന്നവനും സഹനശീലനും ആകുന്നു. വാക്കർത്ഥം നോക്കാം. ലാ യുആഖിദുക്കും, ലാ യുആഖിദുക്കും നിങ്ങളെ പിടികൂടുകയില്ല, അവൻ പിടികൂടുകയില്ല. ഓക്കെ, കും നിങ്ങളെ, അള്ളാഹു ബില്ലഗ്വി വ്യർത്ഥമായതിന്റെ പേരിൽ, ലവ് ലാം ഓയിൻ വാവ്, ഫി ഐമാനിക്കും നിങ്ങളുടെ ശബദങ്ങളിൽ, യമീം നൂൻ, വലാക്കിൻ എന്നാൽ, യുആഖിദുക്കും അവൻ നിങ്ങളെ പിടികൂടും, ബിമ യാതൊന്നിന്റെ പേരിൽ, കസബത്ത് സമ്പാദിച്ചത്, കാഫ് സീൻ ബ, ഖുലൂബുക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ, ഖാഫ് ലം ബ, വല്ലാഹു അല്ലാഹു ഗഫൂറുൻ ഏറെ പൊറുക്കുന്നവനും, ഹലീമുൻ സഹനശീലനും ആകുന്നു. തഫ്സീർ നോക്കാം. ലാ യുആഖിദുകുമുല്ലാഹ് അല്ലാഹു നിങ്ങളെ പിടികൂടുകയില്ല, അല്ലെ, നിങ്ങളെ അക്കൗണ്ടബിൾ ആക്കല്ല, അല്ലെങ്കിൽ നിങ്ങളോട് ചോദ്യം ചെയ്യുകയില്ല. സുബ്ഹാനല്ലാഹ്. യുആഖിദ് ഹംസ ഖ ദാൽ, അഖദ അല്ലെ, നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള വാക്കാണ് പിടിക്കുക. മുആഖദ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു കാര്യത്തിന്റെ പേരിൽ ഉത്തരവാദിത്വം, അതായത് ചോദ്യം ചെയ്യുക എന്നുള്ള അർത്ഥം. അതായത് ഞാൻ ഇക്കാര്യത്തിൽ റെസ്പോൺസിബിൾ ആണ്, ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അതിന് ആൻസറബിളും കൂടെയാണ്, അല്ലെ, അതിന്റെ പേരിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ മുആഖദ എന്ന് പറഞ്ഞാൽ അതാണ്, അക്കൗണ്ടബിൾ ആക്കുക ഒരു കാര്യത്തിന്റെ പേരിൽ, അതായത് ആ കാര്യം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളോട് ചോദിക്കും എന്നുള്ള അർത്ഥത്തിൽ. അപ്പം അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല എന്തിന്റെ പേര്, ബിൽ ലഗ്വി, ലഗ്വ് വെയിൻ ആയിട്ടുള്ള, അതായത് നിരർത്ഥകമായിട്ടുള്ള, യൂസ്ലെസ് ആയിട്ടുള്ള, ഒരു പ്രയോജനശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ, ഫി ഐമാനിക്കും നിങ്ങളുടെ ശബ്ദങ്ങളിൽ, ഓക്കെ, നിങ്ങളുടെ സത്യങ്ങളിൽ, അതായത് നിങ്ങൾ ഉദ്ദേശിക്കാതെ, അൺഇൻറ്റൻഷനൽ ആയിട്ട്, ഓക്കെ, മനസ്സുകൊണ്ട് പോലും ഉദ്ദേശിക്കാതെ നിങ്ങൾ ചിലപ്പം ശപഥം ചെയ്തു കഴിഞ്ഞാൽ, ഓക്കെ, അതിന്റെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല. ഇവിടെ അല്ലാഹു എന്ന് പറയുന്ന വാക്ക് ലാം ഐൻ വാവ്, ലവ് എന്ന് പറഞ്ഞാല് അഷൈഉ സാഖിത്ത്, അതായത് ഏതൊരു കാര്യം, അതായത് എന്തൊരു കാര്യവും അത് പിന്തുടരപ്പെടാത്ത കാര്യം, അല്ലെങ്കിൽ അതിന് അവഗണിക്കപ്പെടുന്ന കാര്യം, ഒരു ഇമ്പോർട്ടൻസും കൊടുക്കപ്പെടാത്ത കാര്യം എന്നുള്ള അർത്ഥത്തിലാണ് ലവ് എന്ന് പറയുന്ന വാക്ക്. ഓക്കെ, അതിനൊരു വാല്യൂ ഇല്ല, അത് എണ്ണപ്പെടുകയേ ഇല്ല, നമ്മൾ എന്താ കണക്ക് കൂട്ടാത്ത കാര്യം എന്ന് പറയില്ല, അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് ലവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലവ് പല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കറിയാം, ലവ് എന്ന് പറയുന്ന വാക്ക് കേൾക്കാത്തവരാരും ഇല്ല, അല്ലെ, നമ്മൾ ലവിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ ലവ് ഏതൊക്കെ അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, യൂസ്ലെസ് ആയിട്ടുള്ള, അതായത് പ്രയോജനശൂന്യമായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും. നമ്മളത് പറഞ്ഞത് കൊണ്ടോ ചെയ്തത് കൊണ്ടോ ഒരു തരത്തിലുള്ള പ്രയോജനവും നമുക്കോ അല്ലെങ്കിൽ ആ റിസീവിങ് എൻഡ്, അല്ലെ, നമ്മൾ ആരോടാണോ പറയുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്, അവർക്കും നമുക്കും ഒരു തരത്തിലുള്ള പ്രയോജനം ഇഹത്തിലും പരത്തിലും ഇല്ലാത്ത കാര്യങ്ങൾക്ക് ലവ് എന്ന് ഉപയോഗിക്കാം.
ഇപ്പം നമ്മൾ വെറുതെ ഇപ്പം ഒരു ടിവിന്റെ മുമ്പിലോ പോട്ടെ മൊബൈലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഗുണമുള്ളത് കാണുമായിരിക്കും എന്ന് വിചാരിച്ച ചാനൽ മാറ്റുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുക അല്ലെ, സ്ക്രോൾ ചെയ്ത് പോവുക വീണ്ടും 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 അല്ലെ, പ്രത്യേകിച്ച് ഒന്നും കാണുന്നുമില്ല, പ്രത്യേകിച്ച് പ്രയോജനമുള്ള ഒരു സാധനം കിട്ടുന്നുമില്ല, അങ്ങനെ നമ്മൾ പോലും അറിയാതെ ഒരു മണിക്കൂർ അങ്ങ് പോകും അല്ലെ. അപ്പൊ ഇതെന്താണ്, യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, ഒരു പ്രയോജനവും ഇല്ലാതെ. എന്നാൽ ഈ കാര്യം ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു തൃപ്തി കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലെ, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഓ ഞാൻ ഒരു മണിക്കൂർ സ്ക്രോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുമോ? അതും ഇല്ല. എന്തെങ്കിലും തരത്തിൽ റിലാക്സേഷൻ നമുക്ക് കിട്ടുമോ? സത്യം പറയുകയാണെങ്കിൽ ക്ഷീണം കൂടുകയുള്ളൂ അല്ലെ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്, റിലാക്സേഷൻ ഉണ്ടോ? അതും ഇല്ല. എന്തെങ്കിലും ഒരു നന്മ നമ്മളെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെക്കുന്നുണ്ടോ? അതും ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താ നമുക്ക് കൊണ്ടു തന്നത്? ആ ഒരു കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് എന്താ കിട്ടിയത്? ഒരു ഫ്രസ്ട്രേഷൻ, നിരാശ, അല്ലെങ്കിൽ നഷ്ടബോധം. ഉറപ്പല്ലേ അല്ലെ, നമ്മൾ അങ്ങനെ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ വരും, അള്ളാഹ് ഞാൻ വേസ്റ്റ് ആക്കിയല്ലോ. അപ്പം ഒരു ഗുണവും അതുകൊണ്ട് ഇല്ലല്ലേ. സുബ്ഹാനല്ലാഹ്, നിരാശയല്ലാതെ. അപ്പം ഈ ഒരു മണിക്കൂർ ഈ ചെയ്ത പ്രവൃത്തി എന്താണ്? അല്ലാഹ്. ഓക്കെ. അതേപോലെ ഇപ്പൊ നമ്മളുടെ തന്നെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ കൂടെയോ റിലേറ്റീവ്സിന്റെ കൂടെയോ കസിൻസിന്റെ കൂടെയോ ഒക്കെ ഇരിക്കുകയാണ്, എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുന്നു, ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ ഫോൺ എടുത്ത് വിളിക്കുന്നു. ഓക്കെ. അപ്പൊ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നീ ഇന്ന് ഏത് ഡ്രസ്സാ ഇട്ടത്, അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ ആ പരിപാടിക്ക് എന്താ ഇട്ടിട്ട് വരാ അല്ലെ, എന്താ മറ്റേ പെൺകുട്ടീന്റെ പേര്, ഓൾ എവിടുന്നാ, ഓൾ കല്യാണം കഴിച്ചതാ, കുട്ടിണ്ടാ അല്ലെ. സുബ്ഹാനല്ലാഹ്, എന്താ കുട്ടീന്റെ പേര്, ഓരെങ്ങോട്ടാ പോണത്, ഓരെവിടുന്നാ വരുന്നത് അല്ലെ. ഇതുപോലത്തെ ഒരു കാര്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും അല്ലെ. മറ്റേ ഓരോ മോളെ കല്യാണം കഴിച്ചതാ, അത് ലവ് മാരേജ് ആണെന്ന് തോന്നുന്നു അല്ലേ, ഒരു ഡിവോഴ്സ് ആക്കിയോ, എന്താ ഡിവോഴ്സിന്റെ കാരണോ, പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ, ഒരു വീട്ടുകാരാ അല്ലെ. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെയാണ് നമ്മളെ സംസാരത്തിലെ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യപ്പെടുന്നത് ഇതുപോലെയുള്ള അനാവശ്യമായ കാര്യങ്ങൾ. ഏതൊരു ഫോൺ കോൾ, മിക്ക ഫോൺ കോളുകൾ എടുത്താലും അല്ലെ, മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുക. അതുകൊണ്ട് നമുക്കോ ആ കേൾക്കുന്ന ആൾക്കോ ഇഹത്തിലോ പരത്തിലോ ഒരു പ്രയോജനവും ഇല്ലാന്ന് മാത്രമല്ല ദോഷം ഉണ്ടാക്കാറുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ലവ് എന്നാണ് പറയാ. ഇതിനൊരു ചെറിയൊരു സൈഡ് നോട്ട് ഞാൻ കൊണ്ടുവരാം. അതായത് നമുക്ക് മനുഷ്യന്മാർക്കൊക്കെ ഉള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു മിസ്കോൺസെപ്ഷൻ ആണ്, തെറ്റായ ഒരു ധാരണയാണ്. നമ്മൾ ഏതൊരു രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കണമെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് പറഞ്ഞിട്ട് ഒരു ഗുണവും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന്. നമ്മളെ കുറിച്ച് പോലും അല്ലെ, എന്നിട്ട് എന്റെ മോൾ അങ്ങോട്ട് പോയിട്ട് അതാക്കിയിട്ട് ഇതാക്കിയിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചാലേ ബന്ധം ദൃഢമാവുള്ളൂ, അല്ലെങ്കിൽ ഓരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്തയുണ്ട്. അല്ലെങ്കിൽ ബന്ധമേ ഉണ്ടാവില്ല. അങ്ങനെയല്ല അല്ലെ. നമുക്കറിയാം, ഇപ്പം എനിക്ക് അൽഹംദുലില്ലാഹ് പലപ്പോഴും തോന്നുന്നുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില ബന്ധങ്ങളുണ്ട്, ഫ്രണ്ട്ഷിപ്പ്. അതായത് മറ്റു സഹോദരിമാരുള്ള ചില ഫ്രണ്ട്ഷിപ്പുകളുണ്ട്. അവര് ഇപ്പൊ ഫോണിലാണെങ്കിലും ചാറ്റാണെങ്കിലും അല്ലാതെ സംസാരിക്കുമ്പോഴും അള്ളാഹിനെ കുറിച്ച് അല്ലാതെ ചിലപ്പോൾ ഒന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് പലപ്പോഴും അവർക്ക് എത്ര മക്കളാന്ന് പോലും അറിയില്ല ചിലരുടെ കാര്യത്തില്. പക്ഷേ എപ്പോഴെങ്കിലും, അത് വളരെ റെയർ ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്, ഒന്ന് ചാറ്റ് ചെയ്യുന്നു. അപ്പൊ സംസാരിക്കുന്നത് ആകെ അള്ളാഹിനെ കുറിച്ച്, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാന്നുള്ള കാര്യങ്ങളെ കുറിച്ച്. ആൻഡ് ആ ഒരു ബന്ധത്തിന് ഒരു തകർച്ചയോ കുഴപ്പമുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഭയങ്കര പ്രീഷ്യസ് ആയിട്ടും തോന്നിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും രണ്ട് ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ ഇങ്ങനത്തെ കുറെ വെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ഒരു തെറ്റായ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിന്റെ പേരിലാണ് നമ്മൾ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ, അതായത് ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ആയിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നത് ബന്ധം നിലനിർത്താനാണെന്നാണ് നമ്മളുടെ വിചാരം. ഇബ്ലീസ് കൊണ്ടുവന്നിട്ട് തന്നതായിരിക്കും, അല്ലാഹു അഅലം. സുബ്ഹാനല്ലാഹ്. അപ്പം അതിന്റെ ആവശ്യമില്ല. വെയിനായിട്ട്, അതായത് നിരർത്ഥകമായിട്ട് അല്ലെങ്കിൽ പ്രയോജനപ്രദമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റുമോ? അൽഹംദുലില്ലാഹ് ഖൈർ. ഓക്കെ. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് മെഞ്ഞാന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളുടെ ഒരു സീരീസ് നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഇത് ലൈവ് അല്ല, ഞാൻ റെക്കോർഡ് ചെയ്ത് ഇടാറാണ് പതിവ്. ഷാനിബ നമ്മുടെ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ മെഞ്ഞാന്ന് പോസ്റ്റ് ചെയ്തത് അള്ളാഹുവിന്റെ അത്വയ്യിബ് എന്ന് പറഞ്ഞ പേരായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ ഒരു പേരിനെ കുറിച്ചുള്ള വിശദീകരണം കേൾക്കുമ്പോൾ അതിനെ നിങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മുടെ സംസാരങ്ങളെ നമ്മൾ ഒരുപാട് വെയിറ്റ് എടുത്ത് നോക്കിയിട്ട് സംസാരിക്കാൻ ഒരുപാട് അൽഹംദുലില്ലാഹ് എനിക്ക് ഹെൽപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾക്കും ഹെൽപ്പ് ആവട്ടെ, അള്ളാഹു എളുപ്പാക്കി തരട്ടെ. നമ്മൾ അനാവശ്യമായിട്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത പല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി, അതുപോലെ അങ്ങനെ സംസാരിച്ചാലേ ചില ബന്ധങ്ങൾ നിലനിൽക്കൂ എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നും ഒഴിവാവാനും വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ. ഇനി ലവ് എന്ന് പറഞ്ഞ വാക്കിന്റെ വേറൊരു മീനിങ്, അല്ലെങ്കിൽ വേറൊരു ഡെറിവേറ്റീവ് ആണ് ലാം ഗൈൻ വാ എന്ന് പറയുന്ന റൂട്ടിൽ നിന്ന് വരുന്ന വേറൊരു വാക്കാണ് ലാ എന്ന. ഓക്കെ. ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷികൾ ചെലക്കൂലേ,
ചിലക്കാന്ന് പറയില്ലേ, ചിപ്പിങ് അല്ലെങ്കിൽ ട്വീറ്റിംഗ്. പക്ഷികൾ ക്വീക്ക് 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 ട്വീറ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ പക്ഷികൾക്ക് ഓരോ തരം സൗണ്ട് ആയിരിക്കുമല്ലോ അല്ലെ. അങ്ങനെയുള്ള ട്വീറ്റിങ്ങിന് ലഗ എന്ന് പറയും. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ചിലക്ക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം. ആളുകൾ സുബ്ഹാനല്ലാഹ്, പ്രത്യേകിച്ച് ഇപ്പൊ ട്വീറ്റ് എന്ന് പറഞ്ഞുള്ള വാക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതിനകത്ത് സോഷ്യൽ മീഡിയയിലെ ട്വീറ്റിങ്ങിനെ കുറിച്ച് പറയാം അല്ലെ. എന്തൊക്കെയാണ് ആളുകൾ പോസ്റ്റ് ചെയ്യുന്നത്? ഈ ഡിസേർട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ഫോട്ടോ. അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? അല്ലെങ്കിൽ നോക്ക് ഞാൻ എവിടെയാ പോയിരിക്കുന്നത് എന്നിട്ട് പോയ സ്ഥലത്തെ ഫോട്ടോ. എന്തെങ്കിലും വെറുതെ ഫോട്ടോ, ആ ഫോട്ടോ ഈ ഫോട്ടോ, വെറുതെ എന്തെങ്കിലും ഒക്കെ പോസ്റ്റ് അല്ലെ. എനിക്ക് ഐ ജസ്റ്റ് ഫെൽ ലൈക്ക് സെയിങ്, ഇങ്ങനെ പറയണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറയുന്നു. ഈ പറഞ്ഞതുകൊണ്ട് അവർക്കും കേൾക്കുന്നവർക്കും എന്തെങ്കിലും കാര്യമുണ്ടോ? എല്ലാം എന്താണ്? ലവ് ആണ് അല്ലെ. ഒരു പ്രയോജനവും ഇല്ലാത്ത വേസ്റ്റ് ഓഫ് ടൈം. ഒരു പ്രയോജനം അവർക്കും കൊണ്ടുവരുന്നില്ല. കാണുന്നവർക്ക് എന്താ, അവരുടെ സമയം നഷ്ടപ്പെടുകയാണ് അല്ലെ. വാട്ട്സ് ഇൻ മൈ ബാഗ്, എന്റെ ബാഗിലുള്ളത് നിങ്ങൾ കണ്ടിട്ട് എന്ത് കാര്യമാണ് കിട്ടാനുള്ളത്? സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ മണിക്കൂറുകൾ ഈ ചെയ്യുന്നവരും സ്പെൻഡ് ചെയ്യുക, ഇത് കാണുന്നവരും സ്പെൻഡ് ചെയ്യുക. ലവ് ആണ് അല്ലെ. അപ്പം ഇത്തരത്തിലുള്ള ട്വീറ്റിംഗ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ട്വീറ്റ്സ് വായിക്കാൻ വേണ്ടിയിട്ട്, അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കുക, അത് ലവില് പെട്ടതാണ്. എന്നാൽ മാഷാ അല്ലാഹ് പലരും അല്ലെ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ തന്നെ ചിന്തകളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ആ രീതിയിൽ ജെംസ് ഷെയർ ചെയ്യുന്നവരുണ്ട് അല്ലെ. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറെ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ ഉള്ളത് അവിടെ, അത് പ്രയോജനപ്രദമായ കാര്യങ്ങൾ. എന്നാൽ മെജോറിറ്റി ആളുകളും സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം അതിനകത്ത് ഷെയർ ചെയ്യുന്ന എന്ത് കണ്ടന്റ് ആണെങ്കിലും, അത് എഴുത്താണെങ്കിലും ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എന്താണ്, വേസ്റ്റ് കാര്യങ്ങളാണ് അല്ലെ. അവരുടെ ജീവിതമോ അവർ വേസ്റ്റ് ആക്കി തീർക്കുന്നു, ഇത് കാണുന്നവരുടെ മറ്റുള്ളവരുടെ ജീവിതവും വേസ്റ്റ് ആക്കി മാറ്റാണ്. അപ്പം ഇതാണ് ലവിന്റെ രണ്ടാമത്തെ അർത്ഥം. ഓക്കെ, ഇനി മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് അൺഇൻറ്റൻഷനൽ ആയിട്ട്, അതായത് ഉദ്ദേശിക്കാതെ, അതായത് മനസ്സുകൊണ്ട് ഉദ്ദേശിക്കാതെ പറഞ്ഞു പോകും. നമ്മൾ ഭയങ്കര ബോധപൂർവം അല്ലാതെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അങ്ങനെ ബോധപൂർവം അല്ലാതെ പറയുന്ന കാര്യങ്ങൾക്കും ലവ് എന്ന് പറയാം. ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മളിപ്പോ പറയുന്ന ഈ ആയത്തിലെ ലവ് എന്ന് പറയുന്നത് ഇതാണ്, ബോധപൂർവം അല്ലാത്തത്. ചിലപ്പം അല്ലെ, പ്രത്യേകിച്ച് നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാവും അവരുടെ ചില ഗ്യാപ്പ് ഫില്ലേഴ്സ് അല്ലെ. ഇപ്പൊ ഇംഗ്ലീഷിലാകുമ്പോൾ ലൈക്ക് സോ എന്ന് പറയുന്നവരുണ്ട്, മലയാളത്തിലോ പിന്നല്ലേ അല്ലെ. കാരണം എന്താ വെച്ചാല്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അങ്ങനത്തെ വാക്കുകൾ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആളുകൾ പറയുമ്പോൾ അത് അങ്ങ് ഫിൽട്ടർ ചെയ്ത് കളയും. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഇല്ലാന്ന് നമുക്കറിയാം അല്ലെ. ഇന്നാൾ സംസാരിക്കുമ്പോൾ ഈ ഒരു വാക്ക് കുറേ വരും, അതുകൊണ്ട് നമ്മൾ ആ വാക്ക് ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ അവർ പറയുന്നത് കേൾക്കുക. കാരണം അതിന് യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ല, അത് അവര് തോട്ട്ലെസ് ആയിട്ട് ചിന്തിക്കാതെ പറഞ്ഞു പോകുന്ന വാക്കുകളാണ് അല്ലെ. അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനിക്കും, അള്ളാഹു നിങ്ങൾ ഉദ്ദേശിക്കാതെ പറയുന്ന ശബ്ദങ്ങൾ, സത്യങ്ങളുടെ പേരിൽ നിങ്ങളെ പിടിക്കുകയില്ല. ഐമാൻ വീണ്ടും യമീന്റെ പ്ലൂറൽ. ഓക്കെ, അപ്പം ചിലർക്ക് ഉണ്ടാവും ഈ വല്ലാഹി, അള്ളാഹുവിന്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് ശബ്ദം ചെയ്യൽ ഒരു ഹാബിറ്റ് ആയിരിക്കും. ഓക്കെ, വല്ലാഹി വല്ലാഹി ഇന്നത്, വല്ലാഹി ഞാൻ അവിടെ പോയി, വല്ലാഹി ഞാൻ ഇന്നത് ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരു ശീലം ഉണ്ടാവും ചില ആളുകൾക്ക്. ഓക്കെ, പലരും അങ്ങനെ ശീലത്തിന്റെ ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, അതിന്റെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല. അതിനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ശബ്ദമായിട്ട് കണക്കാക്കുകയില്ല. കാരണം നിങ്ങൾ അത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അള്ളാഹ്ക്ക് അറിയാം. അതൊരു ഹാബിറ്റിന്റെ പേരിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ബോധപൂർവം അല്ലാതെ വായിൽ നിന്ന് വന്നു പോയതാണ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപക്ഷെ അല്ലെ ഹിന്ദുസിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഒക്കെ കൂടുതലുള്ള സാഹചര്യങ്ങളാണെങ്കിൽ അവര് പറയുന്ന പല വാക്കുകളും, അതായത് നമ്മളുടെ യൂഷ്വൽ അല്ലാത്ത ദൈവമേ, ഈശോയെ എന്നൊക്കെ പറയുന്ന അത് നമ്മൾ കുറേ കേൾക്കുമ്പോൾ നമ്മുടെ വായിൽ അത് വരുന്ന സാഹചര്യം ഉണ്ടാവാറില്ല. അതേപോലെ തിരിച്ചും നമ്മളെ മക്കള് അവരെ കൂടെ ആയിരിക്കുമ്പം അവര് എല്ലാ സംസാരത്തിലും ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, ഒരുപക്ഷെ അവർ അർത്ഥം പോലും അറിഞ്ഞിട്ടാവില്ല പറയുണ്ടാവുക. അങ്ങനെ പറയുന്ന ആ ഒരു ഇതും, അതായത് ആ ഒരു ഇൻഫ്ലുവൻസ് വരാം അല്ലെ. അപ്പം ഇതുപോലെയുള്ള ഒരു ഇൻഫ്ലുവൻസിന്റെ പേരിലൊക്കെ ആയിരിക്കും ചിലപ്പം ആളുകൾ അതൊന്നും ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കില്ല, ആ ഒരു ഇൻഫ്ലുവൻസിന്റെ പേരിൽ പറയുന്ന വാക്കുകളുടെ അതൊരു ഹാബിറ്റായിട്ട് വന്നു പോയതായിരിക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിൽ അള്ളാഹു സുബ്ഹാന തആല നിങ്ങളെ പിടികൂടുകയില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആളുകൾ പുതിയതായിട്ട് ദീനിലേക്ക് വരുമ്പോൾ അവരുടെ അതിനു മുമ്പുള്ള ജാഹിലിയ അറബ് സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു അവര് അതുവരെ എന്താണ് ഈ
ലാത്തയിലും ഉസയിലും ഒക്കെ വിശ്വസിച്ചിരുന്നു അല്ലെ. അപ്പം അവരെയൊക്കെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരുടെ പേരില് ശപഥം ചെയ്യാന്ന് പറഞ്ഞ ഒരു ഹാബിറ്റ് അവർക്കുണ്ടായിരുന്നു. ലാത്തയാണ് സത്യം അല്ലെങ്കിൽ ഉസയാണ് സത്യം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അത് ഷിർക്കാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുള്ള ഷിർക്ക് തന്നെയാണ് അവരുടെ പേരിൽ ശപഥം ചെയ്യൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ശപഥം ചെയ്യാന്ന് പറയുന്ന ആ സംഭവം പഠിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ശരികളുണ്ട് എന്തൊക്കെ തെറ്റുകളുണ്ടെന്നൊക്കെ ഇൻഷാ അല്ലാഹ് ആ ക്ലാസ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇവിടെ ലാത്തയുടെ പേരിലോ ഉസ്സയുടെ പേരിലൊക്കെ ശബ്ദം ചെയ്യൽ തെറ്റാണ്. ഇനി ഈ ഒരാള് ഓക്കെ മുസ്ലിം ആവുന്നതിന് മുമ്പ് ഇയാൾക്ക് ഇത് പറഞ്ഞ് ശീലിച്ചു പോയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ കുട്ടികൾ മിക്സ്ഡ് ആയിരിക്കുമ്പം അവരുടെ കൾച്ചറിലുള്ള സംസാരം നമ്മളിലേക്കും നമ്മളുടെ കൾച്ചറിലുള്ള സംസാരം അവരിലേക്കും പോകുന്നത് പോലെ തന്നെ ഈ ഒരു വ്യക്തി മുസ്ലിം ആവുന്നതിന് മുമ്പ് ലാത്തയാണ് സത്യം ഉസ്സയാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് ശീലിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ചിന്തിക്കാതെ ആ ഹാബിറ്റിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അയാളുടെ വായിൽ നിന്ന് ലാത്തയാണ് സത്യം എന്ന് പറഞ്ഞു പോവാന്ന് വെച്ചോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷിർക്കാണോ? ഉസ്സയാണ് സത്യം എന്ന് പറഞ്ഞു പോയാൽ അത് ഷിർക്കാണോ? ഇല്ല, അത് അറിയാതെ പറഞ്ഞു പോകുന്നതാണ് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറൊരു ഹദീസിനകത്ത് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതാണ്, മൻ ഖലഫ മിൻകും ഫഖാല ഫീ ഹലിഫിഹി ബില്ലാത്തി വൽ ഉസ്സ ഫല്യഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളിൽ ആര് സത്യം ചെയ്യുകയും അവന്റെ സത്യത്തിൽ ലാത്തയും ഉസ്സയും പരാമർശിക്കുകയും ചെയ്താൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അപ്പം അത് അറിയാതെ വരുന്ന ആ ഒരു കാര്യം അത് ഷിർക്കല്ല. അവൻ മുർത്തതായി അല്ലെങ്കിൽ അവൻ അവിശ്വാസിയായി അതൊരു കൊടുംപാതകമാണെന്ന് നമ്മൾ പറയേണ്ടതില്ല. കാരണം അത് ബോധപൂർവമല്ലാതെ വന്നതാണ്. ഓക്കെ. പക്ഷെ ഇപ്പം നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ദൈവമേ എന്ന് അല്ലെങ്കിൽ ഈശോയെ എന്നൊക്കെ വിളിക്കുന്ന ഒരു ശീലം കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ അത് അവർ അറിയാതെ അത് പറയുന്നതാണെങ്കിൽ അത് ശിർക്കല്ല. പക്ഷെ ഈ പറഞ്ഞ ഈ ദൈവത്തിനോടും അല്ലെങ്കിൽ അവർ ഏത് ദൈവത്തിനാണ് ഉദ്ദേശിച്ചത് അവരോടും ഈശോയോടും ഒക്കെ അവർ സഹായത്തിനെ തേടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷിർക്കാണ്. അല്ലാത്ത രീതിയിൽ ബോധപൂർവമല്ലാതെ പറഞ്ഞു പോകുന്ന വാക്കാണെങ്കിൽ എന്താണ് അത് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ പേരിൽ പിടിക്കില്ല. അത് ലഗ്വാണ് അല്ലെ. അവര് ബോധപൂർവമല്ലാതെ പറയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പോ ആരെങ്കിലും പറയാം ഞങ്ങളുടെ അടുത്ത് ഇപ്പോ ലാത്തയാണ് സത്യം എന്ന് പറഞ്ഞ പോലെ ഈശോയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഷിർക്കാ ചെയ്തത്, കാരണം നിന്റെ എല്ലാ അമലുകളും പോയി. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, നീ ഷിർക്ക് ചെയ്താൽ നിന്റെ എല്ലാ അമലുകളും വേസ്റ്റ് ആയി പോയി. അയാൾ അത് ഉദ്ദേശിച്ച് ബോധപൂർവമല്ലാതെ പറഞ്ഞതായിരിക്കാം. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ ഷിർക്കാവൊന്നുമില്ല, ബോധത്തോടു കൂടി പറയുമ്പോഴേ അത് വരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെയുള്ള ഹാബിറ്റുകൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, ഇപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള സത്യം ചെയ്യൽ തന്നെ വേണ്ടടത്തും വേണ്ടാത്തടത്തും ഒക്കെ അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്യും ഞാനിത് ചെയ്യുന്നു പറയുന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് അത് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കാം. ബോധപൂർവം പറയാൻ വേണ്ടി ശ്രമിക്കുക. ഹാബിറ്റുകളാണെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചേ മതിയാവും. എപ്പോഴും ലവായിട്ടുള്ള വാക്കുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കൽ നമുക്ക് നല്ലതല്ല. വലാക്കിൻ യുആഖിദുക്കും, അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല, പിടികൂടും. ഓക്കെ, വലാക്കിൻ യുആഖിദുക്കും, പക്ഷെ അള്ളാഹു നിങ്ങളെ പിടികൂടും ബിമാ കസബത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ സമ്പാദിച്ചത് വെച്ച്. കസബത് കാഫ്സീൻ ബ, കസ്ബ് എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക, കുലൂബ് കൽബിന്റെ ഹൃദയത്തിന്റെ പ്ലൂരൽ. ഓക്കെ, എന്താണ് കസ്ബുൽ കുലൂബ്? ഹൃദയത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ, ഹൃദയത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്റൻഷനലി പർപ്പസ്ഫുള്ളി നമ്മൾ നിയ്യത്ത് വെച്ചുകൊണ്ട് ഹൃദയത്തിൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത്? കസ്ബുൽ ഖുലൂബ്. വലാകിൻ യുആഖിദുക്കും ബിമാ കസബത് ഖുലൂബുക്കും, പക്ഷേ അള്ളാഹു നിങ്ങളെ പിടിക്കും. നിങ്ങൾ മനഃപൂർവ്വം പറയുന്ന കാര്യങ്ങൾ, മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾ അള്ളാഹു പിടിക്കും. അള്ളാഹു ആണേ ഞാൻ ഇന്നത് ചെയ്യും, അള്ളാഹു ആണേ ഞാൻ ഇന്നത് ചെയ്യൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നിങ്ങളെ അള്ളാഹു പിടിക്കും. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഹാബിറ്റിന്റെ പേരിലാണ്, അറിയാതെ നാവിൽ നിന്ന് വന്നു പോകുന്നതാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ പിടിക്കൂല. അതിന്റെ കൂടെ വല്ലാഹു ഗഫൂറുൻ ഹലീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാവുന്നു. അള്ളാഹു പുറത്തു തരും. നിങ്ങൾ തെറ്റ് ചെയ്തു പോയി പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ പേരിൽ പാപമോചനം തേടിയാൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. മാത്രമല്ല അള്ളാഹു ഹലീമാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു പേരാണ് അൽ ഹലീം. ഹ ലാം മീം. ഹിൽം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹനശീലത, ടോളറൻസ്. ഓക്കെ, സഹനശീലം. നമ്മൾക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവുന്ന സമയത്തും അതിനെ കൺട്രോൾ ചെയ്ത് നിൽക്കാനുള്ള കഴിവാണ്. ഓക്കെ, ദേഷ്യം അല്ലെങ്കിൽ നമ്മൾക്കുള്ള വെറുപ്പ് നമ്മളെ ഓവർ പവർ ചെയ്യാതെ നമുക്ക് ആ വെറുപ്പിന്റെ ദേഷ്യത്തിന്റെ പേരിൽ എന്ത് പ്രതികാരവും എന്ത്
കാര്യങ്ങളും ചെയ്യാൻ പവർ ഉണ്ടായിട്ടും നമ്മൾ ചെയ്യാതിരിക്കുന്നതിനാണ് ഹിൽം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കറിയാം അൽ അസീസ് ആണല്ലേ, ഭയങ്കര പവർഫുൾ ആണ്. അള്ളാഹിന്റെ മേലെ പവർ ഉള്ളത് ആരുമില്ല, ഒന്നുമില്ല. അള്ളാഹ്ക്ക് വേണമെങ്കിൽ നമ്മളെ പിടിച്ച് ശിക്ഷിക്കാം അല്ലെ. എന്തൊരു കാര്യം, എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ അള്ളാഹ്ക്ക് ശിക്ഷിക്കാം പറ്റൂലേ? അള്ളാഹ്ക്ക് പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ തദബ്ബുറിൽ പറഞ്ഞ പോലെ അള്ളാഹ്ക്ക് അതിന് ആരെയും സമ്മതം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ, സുബ്ഹാനല്ലാഹ്. പക്ഷെ അവൻ ശിക്ഷിക്കുന്നുണ്ടോ? ഇല്ല. ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ട്, പിനോക്കിയോ. പിനോക്കിയോ എപ്പോ കളവ് പറഞ്ഞാലും അവന്റെ മൂക്ക് ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു വരും, ഇത്തിരി നീണ്ടു വരും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതാണ് നമ്മളുടെ അവസ്ഥയെങ്കിൽ നമ്മളുടെ മൂക്കിന്റെയും ചെവിന്റെയും സൈസ് ഇപ്പൊ എന്തായിരിക്കും അല്ലെ? അള്ളാഹ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ പണിഷ് ചെയ്യാൻ പറ്റും, ശിക്ഷിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. നമ്മളൊരു കളവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കളവ് പറയുമ്പോൾ ഭൂമി അങ്ങോട്ട് പിളർന്ന് നമ്മളെ നേരെ അതിന്റെ താഴോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാളെ അവരോട് അനീതി ചെയ്യുമ്പോൾ, ഉൽമിന്റെ പേരിൽ അവരുടെ അടുത്ത് എന്തെങ്കിലും മോശമായിട്ട് പറയുമ്പോൾ, പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മുടെ നാവ് ആ സമയത്ത് തന്നെ കുഴഞ്ഞു പോവുക, അല്ലെങ്കിൽ നമ്മുടെ കൈ അപ്പൊ തന്നെ കുഴഞ്ഞു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഹറാമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ കാഴ്ച എടുത്ത് കളയുകയാണെങ്കിൽ, തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ നാവ് അവിടെ ഫ്രീസായി പോകും, പിന്നെ അനങ്ങാത്ത രീതിയിലായി പോയാൽ അള്ളാഹ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പ്രയാസമുണ്ടോ? ഒരു പ്രയാസവും ഇല്ല അല്ലേ? പക്ഷെ അള്ളാഹു ഹലീമാണ്, അള്ളാഹു സഹിക്കും അല്ലെ? സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് നമ്മളെ ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടും അള്ളാഹു അത് ക്ഷമിക്കും, വീണ്ടും ചാൻസ് തരും, വീണ്ടും ചാൻസ് തരും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാം, പൊറുക്കലിനെ തേടാം, എന്നിട്ട് നല്ലത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷെ നമ്മൾ വീണ്ടും 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 പഴയ തന്നെ ചെയ്യാനാണ് നമുക്ക് താല്പര്യം. അല്ലാഹു ഗഫൂറുൻ ഹലീം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് നമുക്കൊന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ നിക്കാഹിനെ കുറിച്ചാണ് പറഞ്ഞല്ലേ, നിക്കാഹിന്റെ ഇമ്പോർട്ടൻസ്, നിയമങ്ങള്, പിന്നെ ഏത് തരത്തിലുള്ള നിക്കാഹാണ് അനുവദിച്ചിട്ടുള്ളത് അല്ലെ. ഒരു മുസ്ലിമിന് ഒരു മുഷ്രിക്കിനെ വിവാഹം ചെയ്യാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. കാരണം അങ്ങനെയുള്ള വിവാഹം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ച് സ്നേഹത്തോടു കൂടി നിലനിന്ന് പോകാൻ പറ്റില്ല. എത്ര സ്നേഹം ഉണ്ടെങ്കിലും അവർ തമ്മിൽ വലിയ ഡിഫറൻസ് ആയിരിക്കും. ഈമാനും കുഫറും ഒന്നിച്ചു പോവില്ല, ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഒന്നെങ്കിൽ അവരുടെ ദീനിനെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കാലാകാലം ഫൈറ്റ് ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അവന്റെ ആഖിറം തന്നെ റിസ്കിലായി മാറും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെ കല്യാണം കഴിക്കണം. പിന്നെ നമ്മൾ ഈ ശബ്ദങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അല്ല, പലരും വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അല്ലാഹി വല്ലാഹി എന്ന് പറഞ്ഞ് ശബ്ദം ചെയ്യാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ലവാണ് അല്ലെ, അതിന് ഉദ്ദേശിക്കാത്തതാണ്, അതിന് യാതൊരു വാല്യൂ ഇല്ല. പക്ഷേ ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ട് ബോധപൂർവം ചെയ്യുന്ന ശബ്ദങ്ങളുണ്ട് അല്ലെ, അതിന്റെ പേരിൽ അള്ളാഹു പിടിക്കും. അതുകൊണ്ട് തന്നെ ശബ്ദം അല്ലെങ്കിൽ സത്യം ചെയ്യലിനെ സീരിയസ് ആക്കി എടുക്കണം. എന്തെങ്കിലും ഒന്ന് ചെയ്യും, അള്ളാഹു ആണെ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണം, ചെയ്യൂല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കണം. പിന്നെ എപ്പോഴാണ് ആളുകൾ ശബ്ദം ചെയ്യുക അല്ലെ, ഇത്തരത്തിലുള്ള ഞാൻ അങ്ങനെ ഇനി ചെയ്യൂല എന്ന് പറയാം, വെറുപ്പുണ്ടാവും, ദേഷ്യം ഉണ്ടാവുമ്പോൾ അല്ലെ, ആൾക്കൂടെ നഷ്ടബോധം, നിരാശ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്. പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ അവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, ഫൈറ്റ് അല്ലെ, വാക്കങ്ങൾ അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ് വരുമ്പോൾ അവർ ദേഷ്യത്തിലാവുമ്പോഴാണ് ഇതുപോലെയുള്ള ശബ്ദങ്ങൾ ചെയ്യാറ്. സുബ്ഹാനല്ലാഹ്. ജാഹിലിയ കാലത്ത് പ്രത്യേകിച്ച് അറബുകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡിന് വൈഫ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് അത് അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ശപഥം ചെയ്യും, അള്ളാഹി ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഇനി യാതൊരു ബന്ധവും ഇത്രയും സമയത്തേക്ക് അല്ലെങ്കിൽ ഇത്രയും കാലത്തേക്ക് 5 വർഷത്തേക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇത്തരത്തിൽ ശപഥം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഭാര്യയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ, അത്രയും കാലം അവർക്ക് ഭർത്താവിൽ നിന്ന് വേണ്ടത്ര സ്നേഹവും അറ്റൻഷനും ഒന്നും കിട്ടാതെ അല്ലെ, ഭർത്താവ് ഒന്ന് ടച്ച് ചെയ്യുക പോലും ചെയ്യാതെ നിൽക്കുക, എന്തൊരു പ്രയാസമായിരിക്കും അവർക്ക്. അപ്പം ഈ ഒരു പ്രവൃത്തിക്ക് ഇല എന്നാണ് പറയാ, ഇല. ഓക്കെ. ഇനി വരുന്ന 2 ആയത്തുകൾ ഈ ഇലായെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് അതെന്താണെന്നൊന്ന് നോക്കാം. 226 للذين يؤلون من نسائهم تربص 4 أشهر فإن فاءوا فإن الله غفور رحيم.
തങ്ങളുടെ സ്ത്രീകളെ സംബന്ധിച്ച് സംയോഗം ചെയ്യുകയില്ലെന്ന് ശപഥം ചെയ്യുന്നവർക്ക് 4 മാസത്തെ കാത്തിരിപ്പുണ്ടായിരിക്കും. എന്നാൽ അവർ മടങ്ങി വരുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വാക്കർത്ഥം ലില്ലദീന യാതൊരുത്തർക്ക് യുലൂന ഈല ചെയ്യുന്നവർ. ഓക്കെ, ഹംസ ലാം വാവ്. മിൻ നിസാഇഹിം അവരുടെ സ്ത്രീകളെ പറ്റി, നൂൻ സീൻ വാവ്. തറബുസു കാത്തിരിക്കൽ, റോ ബ സ്വാദ്. അർബഅതി 4, റോ ബ ഐൻ. അഷ്ഹുരിൻ മാസങ്ങൾ, ഷീൻ ഹ റോ. ഫഇൻ ഫാഉ പിന്നെ അവർ മടങ്ങിയെങ്കിൽ, ഫായ ഹംസ. ഫഇന്നല്ലാഹ അപ്പോൾ തീർച്ചയായും അല്ലാഹു ഗഫൂറുൻ ഏറെ പൊറുക്കുന്നവൻ, റഹീമുൻ കരുണാനിധിയാണ്. തഫ്സീർ നോക്കാം. ലില്ലദീന യുലൂന മിൻ നിസാഇഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാതൊരുവർ അവര് എന്താണ് അവരുടെ സ്ത്രീകളിൽ നിന്ന് ഇല ചെയ്യുന്ന ആളുകളാണ്. ഇല, ഓക്കെ, സ്ത്രീകൾ എന്ന് വെച്ചാൽ അവരുടെ ഭാര്യമാരിൽ നിന്ന്. യുലൂന അല്ലെങ്കിൽ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹംസ ലാം വാവ് ആണ് റൂട്ട്. അൽവുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒരാൾ ചെയ്യേണ്ട, അയാൾക്ക് നിർബന്ധമായും ബാധ്യതയായി ചെയ്യേണ്ട കാര്യത്തിന് കുറവ് വരുത്തുക, അത് ചെയ്യാതിരിക്കുക, അവന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പം ഇല്ല എന്നുള്ളതിന്റെ വാക്കർത്ഥം നോക്കുമ്പോൾ, ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഷോപ്പിൽ ഒരാളെ നിർത്തിയിട്ടുണ്ട്, അയാൾ ഡെയിലി രാവിലെ ഇത്ര സമയത്ത് വന്നിട്ട് ഷോപ്പ് തുറക്കണം, അത് അയാളുടെ ബാധ്യതയിൽ പെട്ടതാണ്. ഓക്കെ, പക്ഷെ അയാൾ അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്താണ്, അയാളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ മേലെ ബാധ്യത ആക്കിയിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അയാൾ കുറവ് വരുത്തുകയാണ്. അപ്പം ഇതാണ് ഇല എന്ന വാക്കിന്റെ അക്ഷരാർത്ഥം. ഓക്കെ, ഇനി ഇല എന്ന് പറയുന്ന വാക്ക് സാങ്കേതികമായിട്ട് ഉപയോഗിക്കുമ്പം ഒരു ശപഥം ചെയ്യുക. എന്തിനുള്ള ശപഥം? എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശപഥം ചെയ്യുന്നതിനാണ് ഇല എന്ന് ഉപയോഗിക്കുന്നത് ഇസ്ലാമികമായിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ. അപ്പം ഈ പറഞ്ഞ ഇല എന്ന് പറയുന്നത് ഭർത്താവിന്റെ ശപഥമാണ്. അയാള് ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ കൊടുക്കുന്നതിൽ നിന്ന് ഞാൻ മാറി നിൽക്കും, ഇനി ഞാൻ എൻ്റെ ഭാര്യക്ക് എൻ്റെതിൽ നിന്നുള്ള യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും കൊടുക്കൂല. എന്താണ് ഭാര്യയുടെ അവകാശങ്ങൾ? ഭർത്താവുമായിട്ടുള്ള ശാരീരിക ബന്ധം, അല്ലെ, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന സ്നേഹം, സംരക്ഷണം, എല്ലാം, കെയർ, ഇതെല്ലാം ഭാര്യയുടെ അവകാശങ്ങളിൽപ്പെട്ടതാണ്. അപ്പം ഭർത്താവ് ശപഥം ചെയ്യാണ്, ഇനി ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഭാര്യയുമായിട്ട് ഇല്ല. പക്ഷെ ഹസ്ബൻഡ് എന്ന നിലയിൽ അത് അവന്റെ ഉത്തരവാദിത്തമാണ്, അല്ലെ, ഭാര്യയുടെ അവകാശങ്ങൾ കൊടുക്കുക എന്നുള്ളത്. എങ്ങനെ ഭാര്യ ഭർത്താവിന് അവകാശങ്ങൾ കൊടുക്കണോ, ഭർത്താവിന് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണോ, അതേപോലെ ഭർത്താവ് തിരിച്ചും ചെയ്യേണ്ടതാണ്. അപ്പം ഇത്തരത്തിൽ അവൻ ശപഥം ചെയ്യുമ്പോൾ, ഓക്കെ, ഞാൻ ഇനി ഭാര്യയുമായിട്ട് ഇന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ന ഇത്ര കാലത്തേക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അവൻ അവന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് താഴെ പോലാണ്, അല്ലെ, അതാണ് ഇല എന്ന് പറയുന്നത്. അപ്പം ലില്ലദീന യുലൂന മിൻ നിസാഇഹിം, ഏത് പുരുഷന്മാര് എന്താണ് അവര് ഭാര്യയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട്, വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ശപഥം ചെയ്യുന്നുവോ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തറബുസു, ഒരു കാത്തിരിപ്പുണ്ട്, ഒരു വെയിറ്റിംഗ് ഉണ്ട്. എത്ര കാലം? അർബഅതി അഷ്ഹുരിൻ, 4 മാസക്കാലം. ഓക്കെ, തറബുസു, റോ ബ സ്വാദ്. തറബുസു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം, എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് ഉണ്ട്, ആ ടൈം പീരീഡ് വരെ വെയിറ്റ് ചെയ്യുന്നതിനാണ് തറബുസ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ പുരുഷന്മാർ ഇതുപോലെ ഒരു ശപഥം ചെയ്തു കഴിഞ്ഞാൽ, ഭാര്യയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു ശപഥം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ടൈം പീരീഡ് എത്രയാണ്? 4 മാസം, അല്ലെ. ഞാൻ പറഞ്ഞു, ഈ ജാഹിലിയ കാലത്ത് അവർക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു, ഇതുപോലെ ശപഥം ചെയ്തിട്ട് ഭാര്യയുമായിട്ട് 1 കൊല്ലം 2 കൊല്ലം 5 കൊല്ലം ഈവൻ ജീവിതകാലം മുഴുവനും ഒക്കെ മാറി നിൽക്കുന്ന ആ ഒരു രീതി, ശപഥം ചെയ്തു കഴിഞ്ഞ് മാറി നിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം ഭാര്യയുടെ അവസ്ഥയോ? കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലേന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ. സുബ്ഹാനല്ലാഹ്. ഒരു ഭാര്യയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, വേറൊരാളെ കല്യാണം കഴിക്കാനും പറ്റൂല. സുബ്ഹാനല്ലാഹ്, അല്ലെ. പലപ്പോഴും ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഇല എന്ന് പറയുന്നത് ഒരു ആയുസ് മുഴുവനുള്ള ശബ്ദങ്ങളും ആവാറുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനൊരു ലിമിറ്റ് കൊണ്ടുവരികയാണ്. ഓക്കെ,
അള്ളാഹു ഇതിനെ ലിമിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയ പോലെ ശബ്ദം ചെയ്യാനൊന്നും പറ്റൂല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് 4 മാസം വരെ, ഇതാണ് നിങ്ങൾക്കുള്ള സമയം. ഓക്കെ, ഭർത്താക്കന്മാരോട് പറയാണ് 4 മാസം വരെ. തറബുസു അർബാതി അഷ്ഹുറിൻ, അഷ്ഹുർ ഷഹറിന്റെ പ്ലൂറൽ. അപ്പം ഇതുപോലെ ഭർത്താവ് ഭാര്യയിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും മാറി നിൽക്കുന്ന രീതിയിലുള്ള ശബ്ദം ചെയ്തു കഴിഞ്ഞാൽ അത് അനുവദനീയമാണോ? അനുവദനീയമാണ്. 1 മാസത്തേക്ക് ഓക്കെ, 2 മാസത്തേക്ക് ഓക്കെ, 3 മാസം ഓക്കെ, 4 മാസവും ഓക്കെ. 5ാമത്തെ മാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അനുവദനീയമല്ല. 4 മാക്സിമം ടൈം. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇതെന്തിനാ 4 മാസത്തേക്ക് സമ്മതിച്ചത് അല്ലേ? അത് കംപ്ലീറ്റ്ലി നിയമം അങ്ങോട്ട് എടുത്തു കളയായിരുന്നില്ലേ? അവരെങ്ങനെ അങ്ങനെ ശബ്ദം ചെയ്ത് മാറി നിൽക്കുക? സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമമാണ് അല്ലേ? പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒത്തുപോവാത്ത സാഹചര്യങ്ങൾ യൂഷ്വലാണ് അല്ലെ? വളരെ കോമൺ ആണ്. സുബ്ഹാനല്ലാഹ്, അടിപിടി കച്ചറകളൊക്കെ സാധാരണയാണ്. 2 മനുഷ്യന്മാർ 2 സാഹചര്യത്തിൽ നിന്ന് വരുന്നതല്ലേ? അപ്പം പലപ്പോഴും അവർ തമ്മിൽ നമുക്കിനി പോകാൻ പറ്റൂല എന്ന് തോന്നിയ ഉടനെ തന്നെ അത് ഡിവോഴ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് മതി, ഇവിടെ വെച്ച് നിർത്താം. പക്ഷേ നമുക്കറിയാം, ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവരൊന്നിച്ച് ജീവിക്കാൻ വേണ്ടി വന്നവരാണ് അല്ലേ? അവരൊരു 2 കുടുംബങ്ങളെ ഒന്നിപ്പിച്ചവരാണ്. അവർക്ക് മക്കളുണ്ട്. അവരൊരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കിട്ടവരാണ്. സുബ്ഹാനല്ലാഹ്, ശരിയാണ്. ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെ? പ്രയാസങ്ങളും സുഖങ്ങളും അവർക്ക് ഉണ്ടാവും. പക്ഷെ അതിന്റെ പേരിൽ ഒരു പ്രശ്നം വന്നതിന്റെ പേരിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവസാനിപ്പിക്കണം. ഭർത്താവ് ഭയങ്കര ദേഷ്യത്തില് ഭാര്യനോട്, അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലും ചെയ്തത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് മതി ഇവിടെ വെച്ച് നിർത്താന്ന് പറഞ്ഞാൽ അത് നിർത്തണോ? വേണ്ട അല്ലെ? ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം. പലപ്പോഴും ബ്രേക്ക് എടുത്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ എളുപ്പമാവാറുണ്ട് അല്ലെ? ചിലർ കുറേ വർഷങ്ങളോളം പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി 1 കൊല്ലം ഞാൻ ബ്രേക്ക് എടുക്കണം, ഇനി പഠിക്കുന്നില്ല, അതേപോലെ ജോലി ചെയ്യുമ്പോൾ കുറച്ചു കാലം ഞാൻ ഒരു ബ്രേക്ക് എടുക്കണം. ആ ബ്രേക്ക് എടുത്ത് തിരിച്ചു വരുമ്പോൾ അവർക്ക് അതിനോട് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പലപ്പോഴും ചില ആളുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, സുബ്ഹാനല്ലാഹ്, അവരെ ഇല്ലാണ്ടും നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഉണ്ടായാലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയുള്ള അല്ലെ? അവരുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഫുൾ അടിപിടി കച്ചറയായിരിക്കും. എന്നാൽ അവർ മാറി നിന്ന് കഴിഞ്ഞാൽ അവർ മിസ് ചെയ്തിട്ട് ജീവിക്കാനും പറ്റില്ല. മനുഷ്യന്മാരുടെ ആ ഒരു അറ്റാച്ച്മെന്റ് അങ്ങനെയൊക്കെയാണ്. അതൊക്കെ സത്യങ്ങളാണ്, നമുക്ക് മറച്ചു വെക്കാൻ പറ്റാത്ത സത്യങ്ങളാണ് അതൊക്കെ. അപ്പം ഇവിടെ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യം വരുമ്പം അല്ലാഹു സുബ്ഹാനഹു തആല 4 മാസം വരെ അത് അനുവദിച്ചിട്ടുണ്ട്. ആ 4 മാസം കൊണ്ട് അറിയാൻ പറ്റും ഈ വ്യക്തി എന്റെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആണോ, ഇയാളെ അല്ലെങ്കിൽ ഈ സ്ത്രീ, ഈ ഭാര്യയെ എനിക്ക് ആവശ്യമുണ്ടോ അല്ലെ? ആ 4 മാസം അത് പറയും, വളരെ ക്ലിയർ ആയിട്ട് പറയും അവരെ എനിക്ക് വേണോ വേണ്ടേ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് പറയാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമമാണ്. അള്ളാഹുവിന്റെ നിയമത്തിന് പിന്നിൽ മനുഷ്യന്റെ നേച്ചറും ഹിക്മത്തും ഒക്കെ ഉണ്ടാവും അല്ലെ? സുബ്ഹാനല്ലാഹ്. കാരണം ചിലര് ഇമോഷന്റെ പേരിൽ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് മതി നിർത്തി കളയാം എന്ന് തീരുമാനിക്കാറുണ്ട്, ഡിവോഴ്സ് ചെയ്ത് കളയാം. അല്ലാഹു കാക്കട്ടെ, ആമീൻ. പക്ഷെ ഇപ്പൊ അത് കഴിയുമ്പോൾ, കുറച്ചു കാലം കഴിയുമ്പോൾ ഉള്ളിൽ എവിടേക്കോ കുറ്റബോധങ്ങൾ വരും അല്ലെ? പക്ഷെ അപ്പോ ആ ഈഗോ കാരണം സമ്മതിക്കുകയില്ല. അപ്പം ആ ഒരു എക്സ്ട്രീമിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ ഒരു അനുവാദം തരാണ്, ഒരു ചെറിയൊരു ബ്രേക്ക്. നിങ്ങളൊന്ന് അകന്നു നിന്ന് നോക്കുക. നിങ്ങൾക്ക് 2 പേർക്കും ചിലപ്പം ഹയർ ആയിരിക്കും. അപ്പം നിന്ന് നോക്കുമ്പോൾ ചിലപ്പം മിസ് ചെയ്യും അല്ലെ? സ്നേഹം ചിലപ്പോൾ പണ്ടത്തേനേക്കാള് വളരും. നല്ല മൊമെന്റ്സ് ഓർക്കുമ്പോൾ ഒന്നിച്ചായിരുന്നെങ്കിൽ എന്ന് തോന്നും. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഭാര്യ പറയാണ്, ഇയാളെ കൊണ്ട് ശല്യം ഇല്ലാണ്ട് ഒന്നുമില്ല, എനിക്ക് ഇയാൾ ഇല്ലാണ്ട് ജീവിക്കുന്നതാണ് സുഖം അല്ലെ? സുബ്ഹാനല്ലാഹ്, ഞാൻ തന്നെ നോക്കിക്കോളാം എന്റെ മക്കളെ. അയാൾ ഫുൾ ടൈം ജോലി സ്ഥലത്താണ്, വീട്ടിലേക്ക് തിരിച്ചു വരും, ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാൻ, കുറച്ച് അലക്കാൻ ഉണ്ടാക്കി തരാം, അല്ലാണ്ട് ഇയാളെ കൊണ്ട് ഒരു ഗുണവുമില്ല, ഇയാളില്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സമാധാനമാണ് എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളുണ്ടല്ലേ? എന്നിട്ട് അവരൊന്ന് മാറി നിന്ന് നോക്കട്ടെ, സംഭവം അയാളില്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഭാര്യക്ക് നടക്കുന്നുണ്ടാവും. പക്ഷേ ചിലപ്പോഴെങ്കിലും ലൈഫ് ഇത്തിരി സ്ട്രെസ്ഫുൾ ആവുമ്പോൾ അല്ലെ, ഒരാശ്വാസത്തിന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും. അയാൾക്ക് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അയാൾ മാറി നിൽക്കുമ്പോൾ മനസ്സിലാവും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യാനും വാല്യൂ ചെയ്യാനും തോന്നും. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്ന് സഹിക്കുന്നോണ്ടൊന്നും കുഴപ്പമില്ലാന്ന് തോന്നും അല്ലെ? സുബ്ഹാനല്ലാഹ്. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു അലവൻസ്, ഈ ഒരു 4 മാസത്തെ അലവൻസ് തന്നിട്ടുള്ളത്. എന്താണ് എത്രയാണ് ഈ അലവൻസ്? 4 മാസം. സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസിനകത്ത്, കുറച്ച് വലിയൊരു ഹദീസാണ്, അതുകൊണ്ട് കോട്ട് ചെയ്യാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരിക്കൽ ഭാര്യമാരുടെ ഇടയിൽ ഒരു ചെറിയ കാര്യം, ഒരു പ്രശ്നം, ചെറിയ കാര്യം എന്ന് പറയുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ അപ്സെറ്റ് ആയിട്ട്
അദ്ദേഹം ഒരു ഫുൾ മാസം ഭാര്യമാരുമായിട്ട് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു. 29 ദിവസത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു തരും. അദ്ദേഹം പറയും 29 ദിവസം ഒരു മാസമാണല്ലോ അല്ലെ, 29 ദിവസം ആവാലോ മാസം, സുബ്ഹാനല്ലാഹ്, 30 ദിവസം ആവാൻ വേണ്ടിയിട്ട് കാത്തു നിന്നില്ല. ഭാര്യമാരെ മിസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഐഷ റളിയല്ലാഹു അൻഹയ്ക്ക് അത്രയും ഇഷ്ടമായിരുന്നു അല്ലെ, അത്രയും നല്ല ഭാര്യയായിരുന്നു. അവരും മനുഷ്യന്മാർ തന്നെയാണ് അല്ലെ. അപ്പം പ്രശ്നങ്ങൾ വരും, ഭാര്യ ഭർത്താവ് തമ്മിലാണെങ്കിൽ പ്രശ്നങ്ങൾ വരും, ഇതുപോലെ സ്വയറിംഗ് ഒക്കെ വരാൻ, അതായത് ഇല്ല ഇനി മേലാൽ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയും. പക്ഷെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. സുബ്ഹാനല്ലാഹ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ലില്ലദീന യുലൂന മിൻ നിസാഇഹിം തറബ്ബുസു അർബഅതി അശ്ഹുരിൻ. ഇനി 4 മാസത്തേക്ക് ശപഥം ചെയ്തു, അല്ല ഇങ്ങനെ ശപഥം ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പം അയാൾക്ക് മനസ്സിലാവാണ് എനിക്ക് അവളില്ലാതെ പറ്റൂല. ഓക്കെ, 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവള് ഭയങ്കര കരച്ചിലായി, സോറി പറച്ചിലായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവര് ഈ ഇപ്പം സപ്പോസ് ഒരു മാസത്തേക്ക് നീയായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ച് ശപഥം ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഇല്ല അത് ശരിയാവൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ച് വരാവോ? വരാം അല്ലേ? അപ്പം അത് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് അപ്പം തിരിച്ചു വരാം. പക്ഷേ ശപഥം ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവാണ് ഞാൻ നീ യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് ശപഥം ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കൂടി ഒന്നിച്ച് വരികയാണെങ്കിൽ അവിടെ എന്താണ്? കഫാറ കൊടുക്കണം. അള്ളാഹിന്റെ പേരിൽ നമ്മൾ ശപഥം ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഫൈൻ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അള്ളാഹിന്റെ പേരിൽ നമ്മൾ ശപഥം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫൈൻ ഉണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഫൈൻ? ഒരു ശപഥം അല്ലെങ്കിൽ അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്താൽ അത് ബ്രേക്ക് ചെയ്യുന്നതിനുള്ള ഫൈൻ എന്താണ്? ഒന്ന്, 3 ദിവസം നോമ്പെടുക്കുക, അതൊരു ഓപ്ഷനാണ്. പക്ഷെ സപ്പോസ് ആ ഒരു വ്യക്തി അപ്പം രോഗിയാണ്, നോമ്പെടുക്കാൻ പറ്റൂല, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. 10 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ 10 മിസ്കീനുകൾക്ക് വസ്ത്രം കൊടുക്കുക. സൂറത്ത് മാഇദയിൽ പറഞ്ഞിട്ടുണ്ട്. അതും അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക. ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, അതിനകത്ത് കൂടുതൽ വിശദമായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതാണോ ചെയ്യുന്നത് അത് ചെയ്യാം. ലില്ലദീന യുലൂന മിൻ നിസാഇഹിം തറബ്ബുസു അർബഅതി അശ്ഹുരിൻ. ഇതിനിടയ്ക്ക് അവർക്ക് ഒന്നിച്ച് ചേരണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് 4 മാസമാണ് മാക്സിമം ടൈം, അതിനിടയ്ക്ക് ഒന്നിച്ച് ചേരണം തോന്നിയ ചേരാം. പക്ഷെ ശപഥം ചെയ്തു പോരുന്നതിന്റെ പേരിൽ കഫാറ കൊടുക്കണം. ഫഇൻ ഫാഉ, എന്നിട്ട് അവര് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ, മടങ്ങി വരികയാണെങ്കിൽ, ഫാഉ ഫ യ ഹംസ, ഫൈ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാം, മടങ്ങി വരാ എന്നുള്ളത്. അപ്പം ആരിലേക്ക് മടങ്ങി വരുന്ന കാര്യമാണ്? ഭാര്യമാരിലേക്ക് അല്ലെ. കാരണം ഭർത്താവ് ശപഥം ചെയ്ത് മാറുന്നതാണ്. അപ്പം എപ്പോ മടങ്ങി വരുന്ന കാര്യമാണ്? ഈ ടൈം പീരീഡ്, അതായത് 4 മാസം അല്ലെങ്കിൽ അവർ ശപഥം ചെയ്ത സമയം ആവുന്നതിന് മുമ്പ് മടങ്ങി വന്നാൽ, അതായത് 1 മാസത്തേക്ക് ശപഥം ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണെങ്കിൽ, ഓക്കെ, അവർ അത് കഫാറ കൊടുത്ത് തിരിച്ച് വരികയാണെങ്കിൽ. റഹീം, അള്ളാഹ് നിശ്ചയമായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യമുള്ളവനുമാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ഗഫൂറുർ റഹീം എന്ന് പറഞ്ഞത്? ഇവിടെ എന്താ ഇത്ര വലിയ തെറ്റ് ചെയ്തത്? കാരണം നല്ല കാര്യമല്ലേ ഇവിടെ ഒക്കെ ചെയ്തത് അല്ലേ? ഇത് ശബ്ദം ചെയ്ത് മാറി നിൽക്കല് അള്ളാഹ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് 4 മാസം വരെ. പക്ഷെ 4 മാസം വരെ നിൽക്കാതെ അതിന് മുമ്പേ നേരത്തെ വരികയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അത് കുറച്ചും കൂടെ ഒരു നല്ല കാര്യമില്ലേ അവരവിടെ ചെയ്തത്? ഇവർക്ക് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യം കൂടെ അല്ലേ ഇവിടെ ചെയ്തത്? എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ അള്ളാഹു ഗഫൂറുർ റഹീം എന്ന് പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്. കാരണം ആ ഒരു മാസത്തിലാണെങ്കിൽ, 1 മാസത്തേക്ക് ശപഥം ചെയ്തിട്ട് ആ 2 ദിവസത്തേക്കാണെങ്കിൽ പോലും അവിടെ ഭർത്താവ് ഭാര്യയോടുള്ള അവകാശങ്ങൾ പിടിച്ചു വെക്കണം അല്ലെ. അവന്റെ ഉത്തരവാദിത്തങ്ങൾ ഭാര്യക്ക് കൊടുക്കുന്നതിൽ നിന്ന് അവൻ പിടിച്ചു വെക്കാണ്. ഭാര്യയുടെ ഹക്ക് അവിടെ പിടിച്ചു വെക്കാണ്. സുബ്ഹാനല്ലാഹ്. അവളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തോളാം എന്നുള്ള ഉടമ്പടിയാണ് നിക്കാഹ് അല്ലെ. അവളെ ഞാൻ സ്നേഹിച്ചോളാം, സംരക്ഷിച്ചോളാം, അവളുമായിട്ട് ശരിക്കും ഹലാലായ ബന്ധം ഞാൻ സ്ഥാപിച്ചോളാം എന്ന് പറയുന്ന ഒരു ഉടമ്പടിയാണ് നിക്കാഹ്. അപ്പം ഈ ഒരു ശപഥത്തിന്റെ പേരിൽ, ശപഥം അനുവദനീയമാണെങ്കിൽ പോലും അവൾക്ക് അവളുടെ ഹക്ക് അപ്പോൾ കിട്ടാതിരിക്കുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അവളുടെ അവകാശങ്ങൾ അവൾക്ക് കിട്ടാതിരിക്കുകയാണ്, അവളോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അവൻ ചെയ്യാതിരിക്കുകയാണ്. അങ്ങനെ അവൾക്ക് അവിടെ ഒരു അനീതി കിട്ടുന്നുണ്ട് അല്ലെ. അവൾക്ക് ഏതോ രീതിയിൽ അവിടെ ഒരു ഉപദ്രവം, പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അവൾ ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാലും അവൾക്ക് അവിടെ ഒരു ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറഞ്ഞാലും അനുവദനീയമാണെങ്കിൽ പോലും ഭർത്താവിന്റെ സൈഡിൽ നിന്ന് അതൊരു തെറ്റാണ്, ഭാര്യയുടെ അവകാശത്തിൽ നിന്ന് പിടിച്ചെടുക്കല. കാരണം ഖുർആൻ എന്താ അവരുടെ അടുത്ത് പറഞ്ഞത്? ഒന്നിച്ച് സ്നേഹത്തോടു കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്.
സ്നേഹത്തോടു കൂടി നിൽക്കലിന്റെ ഭാഗമല്ല അവര് അകന്നു കഴിയല്. ഒരു വീട്ടിലാണെങ്കിൽ പോലും അകന്നു കഴിയല്, അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലങ്ങളില്. ശരിക്കും ഒരാളെടുത്ത് ഇപ്പൊ നമ്മളെ മക്കളൊക്കെ കളിച്ചു കഴിഞ്ഞ് ഓടി വരാം, കയ്യിൽ ചെളിയുണ്ട്. അപ്പം മക്കൾക്ക് ചില സമയത്തുണ്ടല്ലേ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവം. നമ്മൾ ചെളിയാണ് ചെളിയാണ്, തൊടല്ലേ എന്നെ തൊടല്ലേ, പോയി കൈ കഴുകി വാ. അത് കേട്ട് കഴിയുമ്പോൾ സംഭവം കയ്യിൽ ചെളി ആയതുകൊണ്ടാണ് അവർക്ക് മനസ്സിലായ പോലും എന്നെ തൊടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടെ ഭർത്താവ് ശപഥം ചെയ്യുമ്പോൾ അല്ലെ എന്നെ തൊടല്ലേ എന്നുള്ള ആ ഒരു അല്ലെ ആ ഒരു അവകാശം അവിടെ നിഷേധിക്കുകയാണ്. അത് ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മളെ മക്കളുടെ അടുത്ത് ഒരു പ്രാവശ്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി കൈ കഴുകി വന്നിട്ട് ചോദിക്കും, കൈ ഞാൻ കഴുകിയിട്ടുണ്ട് തൊട്ടോട്ടേ. അത് അവരുടെ വിഷമത്തിൽ നിന്ന് വരുന്നതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം നിങ്ങൾ മാറി നിൽക്കുക, എൻ്റെ അടുത്തേക്ക് വരല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാർഷായിട്ടുള്ള വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഞാൻ അനുവദിച്ച കാര്യമാണ്, ഇനി നിങ്ങൾ അതിന് മുമ്പേ വരികയാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതാണ്. എന്നാ പോലും വല്ലാഹു ഫൈനല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. സുബ്ഹാനല്ലാഹ്. സൂറത്ത് റാദില് 6-ാമത്തെ ആയത്ത്, ഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ ലിന്നാസി അലാ ദുൽമിഹിം, തീർച്ചയായും നിന്റെ രക്ഷിതാവ് മനുഷ്യർ അക്രമം പ്രവർത്തിച്ചിട്ട് കൂടി അവർക്ക് പാപമോചനം നൽകുന്നവനത്രേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവൻ അനീതി ചെയ്താൽ പോലും പൊറുക്കുന്നവനാണ് റബ്ബ്. അത് ഇവിടെ ഓർക്കുക നമ്മൾ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ ഒരു അനുവദനീയതയുണ്ട്, എന്നാൽ പോലും നേരത്തെ വരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വരാം. ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ കഫാറയുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഒരു കുറച്ച് ദിവസമാണെങ്കിൽ പോലും ഭാര്യയുടെ അവകാശം നിഷേധിച്ചത് തെറ്റ് തന്നെയാണ്. ഇനി അടുത്ത ആയത്ത്, അവർ വിവാഹമോചനത്തിന് തീർച്ചയാക്കുകയാണെങ്കിലോ നിശ്ചയമായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ആകുന്നു. വഇൻ അസമു ത്വലാഖ്, വഇൻ അസമു അവർ തീരുമാനിച്ചാൽ, ഐൻ സൈ മീം, അത്വലാഖ് വിവാഹമോചനം, തോ ലാം ഖാഫ്, ഫഇന്നല്ലാഹ അപ്പോൾ തീർച്ചയായും അള്ളാഹു സമീഉൻ എല്ലാം കേൾക്കുന്നവനാണ്, അലീമുൻ എല്ലാം അറിയുന്നവനുമാണ്. തഫ്സീർ നോക്കാം. വഇൻ അസമു ത്വലാഖ്, പക്ഷെ അവര് ത്വലാഖ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, വിവാഹമോചനത്തിന് വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ, അസമു ഐൻ സൈ മീം, അസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദൃഢനിശ്ചയം എടുക്കുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് മേക്കപ്പ് ചെയ്തിട്ട് ഓക്കെ അങ്ങനെ ചെയ്യുമെന്ന് തീരുമാനിക്കാം. അങ്ങനെ അപ്പം ഈ ഒരു അകന്ന് നിൽക്കല്, ഈ ഒരു ശബ്ദത്തില് ഭർത്താവ് തീരുമാനിക്കുകയാണ്, ഓക്കെ ഇല്ല നമുക്ക് ഡിവോഴ്സ് തന്നെ വേണം, ഇനി ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂല. വൈൻ അസ്മുത്തലാഖ്. അപ്പം ഭർത്താവ് ഒരു ശബ്ദം ചെയ്തു, നീ അടുത്ത് ഞാൻ ഇനി 2 മാസം അകന്ന് നിൽക്കാൻ പോവാണ്. 2 മാസം കഴിഞ്ഞു, ഭർത്താവിന് മനസ്സിലായി കുഴപ്പമൊന്നുമില്ല, അവളില്ലാതെ എനിക്ക് ജീവിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇതിന് ഓക്കെ ആണ്, ഓക്കെ ഈവൻ ഭാര്യയും ഓക്കെ ആണ്, ഈ റിലേഷൻഷിപ്പ് വർക്ക് ആവില്ല. അങ്ങനെ അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഓക്കെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഫഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. സമീഅ സമഇൽ നിന്ന് അവൻ കേൾക്കുന്നു, അലീം ഇൽമിൽ നിന്ന് അവൻ അറിയുന്നു. അള്ളാഹു എന്താണ് കേൾക്കുന്നത്? ഈ അവന്റെ ത്വലാഖിന്റെ വാക്കുകൾ അല്ലെ, ഭർത്താവ് ഭാര്യയോട് പറയുന്ന ത്വലാഖിന്റെ വാക്കുകൾ. അലീം അവരുടെ രണ്ടുപേരുടെയും സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ അറിയാം, അവർക്ക് രണ്ടുപേർക്കും എന്താണ് ഉത്തമം എന്നും അവനറിയാം. വഇൻ അസമു ത്വലാഖ ഫഇന്നല്ലാഹ സമീഉൻ അലീം. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ ശപഥം ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ആ ശപഥം ചെയ്ത് അവർ തമ്മിൽ തിരിച്ച് ഒന്നിച്ച് ചേർന്നിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ത്വലാഖ് നടക്കൂല, ത്വലാഖ് അവിടെ പ്രൊനൗൺസ് ചെയ്യണം. ഓക്കെ, ഭർത്താവ് ഭാര്യയോട് ഒരു ശപഥം ചെയ്തു, ഓക്കെ നീയുമായിട്ട് ഞാൻ ഇനി അടുത്ത 5 മാസം യാതൊരു ബന്ധവും ഇല്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമുക്കറിയാം 4 മാസമാണ് എന്ത് ഇവിടെ ലിമിറ്റ് അല്ലെ. 4 മാസം കഴിഞ്ഞിട്ടും അവന്റെ ശബ്ദം ബ്രേക്ക് ചെയ്തിട്ടില്ല, ഭാര്യയുടെ തിരിച്ചു പോയിട്ടില്ല. അപ്പം 4 മാസം കഴിഞ്ഞാൽ ഭർത്താവ് ഒരു തീരുമാനം എടുക്കണം. അവൾക്ക് ഡിവോഴ്സ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, തിരിച്ചു പോകുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഡിവോഴ്സ് ത്വലാഖ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. കാര്യം ഭാര്യ അങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് അവിടെ അങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വിടാൻ പറ്റില്ല. മാരീഡ് ആണോ എന്ന് ചോദിച്ചാണ്, അൺമാരീഡ് ആണോ എന്ന് വെച്ചാൽ അൺമാരീഡ് ആണെന്നുള്ള ഒരു അവസ്ഥയിൽ അവളെ വിടാൻ പറ്റില്ല. അത് അവളോട് ചെയ്യുന്ന അനീതിയാണ്, ഭർത്താവ് ഭാര്യയോട് ചെയ്യുന്ന അനീതിയാണ്, അവളുടെ അവകാശങ്ങളെ തടഞ്ഞു വെക്കലാണ്. ഓക്കെ, അവളൊരു ഭാര്യയായിട്ട് കൺസിഡർ ചെയ്യാതെ ട്രീറ്റ് ചെയ്യാതിരിക്കലാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവ് ആ ഒരു തീരുമാനം എടുക്കണം. അപ്പം ഒന്നെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം അല്ലെങ്കിൽ അവളിലേക്ക് തിരിച്ചു പോകണം. ഇനി
തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ എന്താണ് ഫൈനല്ലാഹ സമീഉൻ അലീം അല്ലേ? അല്ല, ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ വൈൻ അസമു തലാഖ ഫൈനല്ലാഹ സമീഉൻ അലീം. അവിടെ അള്ളാഹ്ക്ക് അറിയാം, അവരെന്താണ് അവരുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹ്ക്ക് അറിയാം, അവർക്ക് ഏതാ ബെസ്റ്റ് എന്ന് അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹു കേൾക്കുന്നുണ്ട്. അതായത് അവരുടെ ആ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം, ആ ഒരു വാക്ക് അള്ളാഹുവിടെ കേൾക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി ഇത് രണ്ടും ചെയ്യുന്നില്ല എന്നൊക്കെ, ഓക്കെ, ഡിവോഴ്സും ചെയ്യുന്നില്ല, തിരിച്ചു പോകുന്നുമില്ല, അതേ അവസ്ഥയിൽ ആ ശബദത്തിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. 5 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, 7 മാസം കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ സംഭവിക്കുക? അവന് ഫോഴ്സ് ചെയ്യും അല്ലെ? ഫോഴ്സ് ചെയ്യണം. ആര്? കോടതി, കാളി. ഒന്നെങ്കിൽ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവളെ നിലനിർത്താൻ വേണ്ടി. അപ്പം അവിടെ നിയമത്തിന് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാവുക. ഇപ്പൊ നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ ഇസ്ലാമികമായ കോണ്ടെക്സ്റ്റിലെ നിയമം പറയാം, അല്ലാതെ നമ്മൾ ഇന്ത്യൻ പീനൽ കോഡൊന്നും അവരുടെ ഇടയിൽ കയറിയിട്ട് ഇടപെടുകയൊന്നുമില്ല, അത് വേറെ കാര്യം. അല്ലെങ്കിൽ മഹല്, പള്ളി, അങ്ങനെയുള്ള കാര്യങ്ങൾ കുടുംബം ഇടപെടും അവരുടെ ഇടയിൽ. എന്താണ് ഇതിനെ ഈ കേസിനെ കോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെ? ചിലപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവും, സിറ്റിംഗ് മജ്ലിസുകളൊക്കെ ഉണ്ടാവും. എവിടെ? നമ്മുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പല നാടുകളിലും അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഭാര്യക്ക് അല്ലെങ്കിൽ ഭാര്യക്ക് ഇതിനെ കോർട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്. ഇത് ഒന്നെങ്കിൽ അവൻ അവസാനിക്കണം, അല്ലെങ്കിൽ പഴയതുപോലെ ഇത് അവസാനിപ്പിക്കണം, ഡിവോഴ്സ് കൊടുക്കണം, അല്ലെങ്കിൽ പഴയതുപോലെ തുടരണം. ലീഗൽ സിസ്റ്റത്തിന് ഇന്റർഫിയർ ചെയ്യാൻ പറ്റും. എന്നിട്ടും ഭർത്താവ് ഇല്ല, ഞാൻ വരുന്നില്ല, സൗകര്യമില്ല എന്നുള്ളത്. കാരണം പലപ്പോഴും നിയമപരമായിട്ട് പറഞ്ഞാൽ പോലും വരാത്ത സാഹചര്യങ്ങളുണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. കുടുംബത്തിലെ വലിയ ആളുകൾ അല്ലെ, അവര് വന്ന് സംസാരിച്ച് എന്നിട്ടും അവൻ ഇല്ല, ഞാൻ കേൾക്കൂല, സംസാരിക്കൂല, ഫോൺ എടുക്കൂല, ഒന്നിനും ഞാൻ വരൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഈ നിക്കാഹിനെ റദ്ദാക്കാനുള്ള അവകാശമുണ്ട്. ആർക്ക്? ഖാദിക്ക്. ഓക്കെ, ദീനിപരമായിട്ട് അതിന്റെ ആ ഒരു അധികാര സ്ഥാനത്തിലിരിക്കുന്ന ആൾക്ക് നിക്കാഹിനെ റദ്ദാക്കാൻ, അതായത് ഫസ്ഖ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഭാര്യയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നിക്കാഹിനെ നിർത്തലാക്കുക, അതായത് റദ്ദാക്കാനുള്ള സാഹചര്യം അവിടെയുണ്ട്, ഖാദിക്ക് ചെയ്യാം. കാരണം ഒരു സ്ത്രീയെ അത്തരത്തിലുള്ള ഒരു ബന്ധത്തിൽ ട്രാപ്പ് ചെയ്ത് ഇടല് എന്താണ്? ഭയങ്കര അനീതിയാണ് അവളോട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ശപഥം ചെയ്ത് 4 മാസം കഴിഞ്ഞു എന്ന് വെച്ച് ആ ഒരു ത്വലാഖ് അവിടെ ഓട്ടോമാറ്റിക്കലി നടക്കുന്നില്ല. അത് ഒന്നെങ്കിൽ ഭർത്താവ് അതിന് പറയണം അല്ലെ, വാക്കുകൊണ്ട് ഞാൻ ത്വലാഖ് ചെയ്യുന്നു എന്ന് പറയണം, അതിന് അതിൻ്റെതായ മര്യാദകളുണ്ട്. അല്ലെങ്കിൽ ഒരു ഖാദി അല്ലെങ്കിൽ ജഡ്ജ് മുഖേന, ഇനി ഈവൻ ലോ മുഖേന ആ ഒരു നിക്കാഹിനെ അവിടെ ഡിവോഴ്സ് വഴി അവസാനിപ്പിക്കണം. ഓക്കെ, അത് ത്വലാഖ് എന്ന് പറയുന്നത് നാവ് കൊണ്ടും വേർബലിയും പറയാം, റിട്ടൺ ആയിട്ടും പറയാം. പിന്നെ നമ്മൾ നിൽക്കുന്ന ഓരോ നാട്ടിൽ ചിലപ്പം അതിനെ ലീഗലൈസ് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എഴുത്ത് മൂലം മാറ്റുകയും ചെയ്യാം. ഓക്കെ, ഇതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഫഇന്നല്ലാഹ സമീഉൻ അലീം. അത് അവൻ നാവ് കൊണ്ട് പറഞ്ഞതാണെങ്കിൽ അള്ളാഹ് കേൾക്കാം, അവനെ പേപ്പറിൽ എഴുതിയതാണെങ്കിൽ അള്ളാഹ്ക്ക് അറിയുകയും ചെയ്യാം. ഓക്കെ, സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയും ഡിവോഴ്സ് നടക്കാം. ഇനി തിരിച്ചുള്ള സിറ്റുവേഷൻ നോക്കാം. ഭാര്യയ്ക്ക് പറയാവോ, ഞാൻ ശപഥം ചെയ്യുന്നു ഇത്ര മാസത്തേക്ക് ഇനി ഞാൻ ഭർത്താവ് പറയുന്ന ഒന്നും കേൾക്കൂല, മൂപ്പരായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല, മൂപ്പര എന്നെ തൊടണ്ട, അല്ലെങ്കിൽ ഞാൻ മൂപ്പരെ തൊടൂല എന്നൊക്കെ? ഇല്ല. കാരണം ഭാര്യയുടെ ഡ്യൂട്ടികളിൽ പെട്ടതൊന്നാണ് ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് അല്ലെ? സുബ്ഹാനല്ലാഹ്. ആ ഭർത്താവിന്റെ അവകാശങ്ങളുടെ ഭാഗമാണ് ഭാര്യ അനുസരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഭാര്യക്ക് അത് ചെയ്യാൻ പറ്റൂല എന്ന് മാത്രമല്ല, അത് പല രീതിയിലും അവൾക്കെതിരെയാണ് അത് പ്രവർത്തിക്കാൻ പോവുക. സുബ്ഹാനല്ലാഹ്. ഇനി ഈ മാരേജ് സുബ്ഹാനല്ലാഹ് ഇപ്പൊ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു ബന്ധം ഏതെങ്കിലും രീതിയിൽ ഭാര്യയ്ക്ക് അത് ഭയങ്കര പ്രയാസമാണ്. എന്തെങ്കിലും ഒരു കാരണത്താൽ അത് വർക്ക്ഔട്ട് ആവുന്നേ ഇല്ല. ഭർത്താവ് ഡിവോഴ്സും ചെയ്യുന്നില്ല. ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ശബ്ദം ചെയ്യൽ ഭർത്താവിന് അനുവദിച്ച പോലെ ഭാര്യയ്ക്ക് അനുവദിച്ചിട്ടില്ല. അപ്പൊ ഭാര്യയ്ക്ക് ഏതെങ്കിലും രീതിയിൽ മോശമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് ഇതിൽ നിന്ന് രക്ഷയില്ലേ? യെസ്, ഹുല അല്ലെ, ഡൈവോഴ്സ് വാങ്ങുന്ന ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന പല ക്ലാസ്സുകളിലായിട്ട് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാം. ഭാര്യയ്ക്ക് ഇല്ല, എനിക്ക് വിവാഹ ബന്ധത്തിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറയാമോ? പറയാം. അത് ഒരു ജെന്യുവൻ റീസൺ ഉണ്ടെങ്കിൽ, ഓക്കെ, വളരെ നീതിപൂർവമായിട്ടുള്ള ഒരു റീസൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ശബ്ദത്തിന്റെ സമയത്ത് അവൾ വിചാരിക്കുകയാണ്, ഓക്കെയാണ്, ഞാൻ മൂപ്പരില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും,
മൂപ്പരില്ലാണ്ട് ജീവിക്കുന്നതാണ് ഉത്തമം എന്ന് അവൾക്ക് തോന്നുകയാണെങ്കിൽ അവൾക്ക് ഈ പറഞ്ഞ പോലെ ഖുല ഡിവോഴ്സ് വാങ്ങാം. അവൾക്ക് ഒരു പ്രശ്നവും അതുകൊണ്ട് ഉണ്ടാവില്ല. പക്ഷേ ഒരു ജെന്യുവൻ റീസൺ ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു റീസൺ ഇല്ലാതെ ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് തൊലാക്ക് വാങ്ങുകയാണെങ്കിൽ അവർക്ക് സ്വർഗത്തിന്റെ മണം പോലും എന്താണ് അനുവദനീയമല്ല. ഇത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും സ്ത്രീകളായതുകൊണ്ട് പ്രത്യേകിച്ച് ഇമോഷൻസിന്റെ പേരിൽ അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെക്ടേഷൻ, മൂപ്പര് അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, മൂപ്പര് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ പേരിലൊക്കെ ഡിവോഴ്സിന് പോവാറുണ്ട് അല്ലെ. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, ഒരുപക്ഷെ മൂപ്പരെ കൊണ്ട് പറ്റാഞ്ഞിട്ടായിരിക്കും, അതിന്റെ പേരിൽ ഡിവോഴ്സിന് പോവാറുണ്ട്. അങ്ങനെ പറ്റൂല. പലപ്പോഴും ഭാര്യമാര് സ്വന്തം തെറ്റുകൾ കാണാതെ ഫുൾ ഭർത്താവിന്റെ മേലെ തെറ്റുകൾ മാത്രം കണ്ടിട്ട് അല്ലെ ഡിവോഴ്സ് ചോദിക്കുന്നവരുണ്ട്. അപ്പം ജെന്യുവൻ ആയിട്ടുള്ള ഒരു റീസൺ ഇല്ലാതെ ഭാര്യ ഡിവോഴ്സ്, അതായത് ഭാര്യയുടെ സൈഡിൽ നിന്ന് പോകുമ്പോൾ ഹുല ആണെങ്കിലും പോകുമ്പോൾ അതിന് റീസൺ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതിപ്പോ നമ്മൾ ഇത്രയും പറഞ്ഞത് ഒരു ഭർത്താവ് ശപഥം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ശപഥം ചെയ്തിട്ടാണ് ഈ 4 മാസത്തെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനി ശപഥമൊന്നുമില്ല, എന്നിട്ടും ഈ ഭർത്താവ് കുറെ കാലത്തേക്ക് ഭാര്യയുമായിട്ട് യാതൊരു ബന്ധവും കാണിക്കുന്നില്ല, ഒരു സ്നേഹവും ഇല്ല, ഒരു ശാരീരിക ബന്ധവും ഇല്ല. സുബ്ഹാനല്ലാഹ്, ഭാര്യക്ക് ശരിക്കും മതിയായി. അവളെ ഒരു ഭാര്യയായിട്ട് കണക്കാക്കുന്ന പോലുമില്ല അല്ലെ, അവളുടെ അവകാശങ്ങൾ കൊടുക്കുന്നില്ല. ശപഥമൊന്നുമല്ല, അതായത് ഞാൻ നിന്നെ തൊടൂല, അല്ലെങ്കിൽ നീ ആയിട്ട് ഇത്രയും മാസം യാതൊരു ബന്ധവും ഉണ്ടാവില്ല, അങ്ങനെയൊന്നുമല്ല. പക്ഷെ ജസ്റ്റ് ലൈക്ക് ദാറ്റ്, അവളുമായിട്ട് യാതൊരു ബന്ധവും കാണുന്നില്ല, അവളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല. ഭാര്യ എന്ത് ചെയ്യണം? ഹസ്ബൻഡിനെ കോടതിയിലേക്ക് കൊണ്ടുപോകാം അല്ലെ, ഇതിനെ നിയമപരമായിട്ട് ഡീൽ ചെയ്യാം. ചിലപ്പോഴൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തൊക്കെ അങ്ങനെയുള്ള കഥകൾ കുറെ കേൾക്കുന്നുണ്ട്. ഹോമോസെക്ഷൽ ആയിട്ടുള്ള, ഗേ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന്. അവരിപ്പം വീട്ടുകാർ ഓക്കെ ഇത് കല്യാണം കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. പക്ഷെ ഭാര്യ സഫറിങ് ആയിരിക്കും. ഇതൊരു റീസൺ മാത്രമായിട്ട് ഇങ്ങനത്തെ എത്രയോ കാര്യങ്ങൾ ഭാര്യ ഭയങ്കര സൈലന്റ് ആയിട്ട്, കാരണം സമൂഹത്തിൽ ഒരു പ്രശ്നം വരരുത് എന്നുള്ളതിന്റെ പേരിൽ അല്ലെ, സുബ്ഹാനല്ലാഹ്, വീട്ടുകാർക്ക് ഒരു പ്രശ്നം വരരുത് എന്നുള്ളതിന്റെ പേരിൽ സഹിക്കുന്നതും, അല്ലെങ്കിൽ അങ്ങനെ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ബന്ധം ഏർപ്പെടുത്താതിരിക്കുന്നതും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഭർത്താവിന് ഭാര്യയിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഇപ്പൊ പ്രത്യേകിച്ച് അതിനൊരു പുതിയൊരു വാക്കും കൂടെ സൈക്കോളജിയിലെ ആളുകൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നാർസിസം. സുബ്ഹാനല്ലാഹ്, നാർസിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ല. അവനും അവന്റെ ജീവിതം അവന്റെ ലോകവുമായിട്ടുള്ള ഒരു പോകല്. ഭാര്യയാണെങ്കിൽ ഇത് ഡിവോഴ്സ് ആക്കാൻ പറ്റില്ല, കുടുംബത്തിലെ പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സഹിക്കുന്ന സാഹചര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതിങ്ങനെ മാസങ്ങളോളം കൊല്ലങ്ങളോളം അങ്ങനെ പോകുന്ന സിറ്റുവേഷൻ. അപ്പം അവളുടെ നിശ്ചയമായും അവൾക്ക് അവിടെ അവകാശമുണ്ട്. എന്ത്? ഈ മാരേജ് അത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു ബന്ധം വേണ്ട, ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട, അതിനുള്ള എല്ലാ അനുവദനീയതയും ഇസ്ലാമിലുണ്ട്. സുബ്ഹാനല്ലാഹ്. കോടതി മുഖേനയോ ഖാദി മുഖേനയോ എങ്ങനെയാണോ അങ്ങനെ ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് ഡിവോഴ്സിന് വേണ്ടിയിട്ട് പോവാം. ഇനി ഇതേപോലെ ഭാര്യയും ഭർത്താവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ശബദമൊന്നുമല്ല, നോർമൽ, ഓക്കെ, അയാൾ കുറെ കാലങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ചിലപ്പം അതിന് വളരെ റീസൺസ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. പക്ഷെ അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഇപ്പം ചിലപ്പം ഭർത്താവ് വർക്കിന് വേണ്ടിയിട്ട് കുറെ വർഷങ്ങളോളം എവിടെയെങ്കിലും നിൽക്കുന്ന, പഠനത്തിന് വേണ്ടി, ബിസിനസ്സിന് വേണ്ടി, അത് ചിലപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം, അല്ലെങ്കിൽ എന്തെങ്കിലും വിസ കാരണങ്ങളാൽ വരാൻ പറ്റൂല, പാസ്പോർട്ട് കാരണങ്ങളാൽ വരാൻ പറ്റൂല, അവൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റൂല. അപ്പൊ ഇവിടെ മാസങ്ങൾ കഴിഞ്ഞു അല്ലെ, 4 മാസത്തിന്റെ കണ്ടീഷനൊക്കെ കഴിഞ്ഞു. 4 മാസത്തിന്റെ കണ്ടീഷൻ ശബദത്തിനാണ്. ഇനി അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞു, യാതൊരു ബന്ധവും ഇല്ല. അപ്പം ഹസ്ബൻഡ് നിർബന്ധമായിട്ടും അവിടെ ഡിവോഴ്സ് കൊടുക്കണം എന്നൊന്നുമില്ല. ഓക്കെ, അങ്ങനെയല്ല. അവർക്ക് രണ്ടുപേർക്കും ഈ ഒരു സെറ്റിൽമെന്റിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അവർ രണ്ടുപേരും ആ ഒരു സെറ്റിൽമെന്റിന് ഓക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതിന് അവരെ രണ്ടുപേരെയും ഡിവോഴ്സിന് നിർബന്ധിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. ചിലപ്പം ഭാര്യയോ ഭർത്താവോ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം എന്തെങ്കിലും അസുഖങ്ങളായിട്ട് അവർക്ക് തമ്മിൽ ഈവൻ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഇനി മാനസികമായിട്ടുള്ള അസുഖങ്ങൾ കാരണം അകന്ന് നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും, എന്തെങ്കിലും റീസൺസ് ആവാം. പക്ഷെ അവർ രണ്ടുപേരും ആ സിറ്റുവേഷനിൽ ഹാപ്പിയാണ്, തൃപ്തരാണ് എന്നുണ്ടെങ്കിൽ, എന്താണോ അവരുടെ തീരുമാനം അത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ലിമിറ്റ് ഇല്ല, അത് ഓക്കെ ആണ്. അതായത് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പോയിന്റ് എന്താ വെച്ചാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ശാരീരിക ബന്ധം ഇല്ലാന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധം ഇല്ലാന്നുണ്ടെങ്കിലും, അവർ തമ്മിൽ ആ കാര്യത്തിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ
ആ സിറ്റുവേഷൻ ഓക്കെയാണ്. പക്ഷെ അവർ രണ്ടുപേരും ഹാപ്പി അല്ല, അല്ലെങ്കിൽ ഒരാളെങ്കിലും ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് കോടതിയിലേക്കും ഖാദിയിലേക്കും കൊണ്ടുപോകാനും മാരേജ് പല രീതിയിൽ, ആ നിക്കാഹ് പല രീതിയിൽ സ്റ്റോപ്പ് ചെയ്യാനുമുള്ള അവകാശങ്ങൾ, നിയമങ്ങൾ ഇസ്ലാം കൊടുക്കുന്നുണ്ട്. അതാണ് അവർക്ക് വേണ്ടതെങ്കിൽ. ഓക്കെ. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ അനുവാദങ്ങളെല്ലാം അത് ഈവൻ 4 മാസം, അതായത് ശപഥം ചെയ്തിട്ട് 4 മാസം വേറെ നിൽക്കുന്നതായിക്കോട്ടെ, 4 മാസം കഴിയുമ്പം തലാഖ് കൊടുക്കേണ്ടതായിക്കോട്ടെ, ഇനി തലാഖ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫസ്ഖ് ചെയ്യുന്നതായിക്കോട്ടെ, ഭാര്യയ്ക്ക് പ്രയാസമുണ്ടെങ്കിൽ ഖുലാ ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് നിയമങ്ങളായിക്കോണെങ്കിലും, ഇനി കോടതി ഇടപെടുന്നതും ഖാദി ഇടപെടുന്നതും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും എന്താണ്, നിർബന്ധങ്ങളല്ല. സുബ്ഹാനല്ലാഹ്. പൊതുവെ നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? അങ്ങനെയുണ്ട്, അത് കോടതിയിലേക്ക് കൊണ്ടുപോകണം, ഫസ്റ്റ് ചെയ്യണം, ഖുലാ ചെയ്യണം, അങ്ങനെയല്ല. ഇതൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുവാദങ്ങളാണ്. നമ്മൾ ഖിസാസിന്റെ നിയമം ഓർമ്മയുണ്ടോ അല്ലേ? കൊല ചെയ്യപ്പെട്ട് ഒരു വ്യക്തി കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള നിയമങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ? അതായത് ഫസ്റ്റ് എന്താണ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉണ്ട്. അതായത് ആരാണോ കൊന്നത് അയാളെ വിചാരണ ചെയ്തിട്ട് അയാൾക്കും തുല്യ ശിക്ഷയാണ് അല്ലെ, അയാളെയും കൊല ചെയ്യാൻ ആ ഒരു ഗവൺമെന്റിന് അല്ലെങ്കിൽ അധികാരികൾക്ക് അവകാശമുണ്ട്. ഇനി അതല്ലെങ്കിൽ അടുത്തത് എന്താണ്, ബ്ലഡ് മണിയാണ് അല്ലെ, ദിയ കൊടുക്കുക. അതായത് ആരുടെ ബന്ധുവാണോ കൊല ചെയ്യപ്പെട്ടത് അവര് ആവശ്യപ്പെടുന്ന തുല്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം വാങ്ങാനുള്ളതുണ്ട്. ഇതുമല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, അതിലെ പുറത്തു കൊടുക്കാം, അവരെ പുറത്ത് വിട്ടേക്കാം. ഇവൻ ആ പുറത്തു വിടുമ്പോ പോലും അവിടെ ഫെയർനെസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഞാൻ പുറത്തു എന്ന് പറഞ്ഞിട്ട് അവരെ ഫുൾ ടൈം അതും പറഞ്ഞ് വെറുപ്പിക്കലല്ല. അതേപോലെ ദിയ കൊടുക്കുമ്പോ നീ അത് തരൂ എന്ന് പറഞ്ഞിട്ട് അവരെ വെറുപ്പിക്കലല്ല. അവിടെ പോലും ഒരു നീതി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഖിസാസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയോട് ചെയ്യാൻ പറ്റാവുന്നതിന്റെ അനീതിയുടെ ഏറ്റവും പീക്കാണ് ഖിസാസ് അല്ലെ, കൊലപാതകം. അവിടെ പോലും ഇസ്ലാമില് ഈ പറഞ്ഞ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ്, അതായത് കൊന്ന ആളെ കൊല്ലലും അല്ലെങ്കിൽ അവൾക്ക് നഷ്ടപരിഹാരം കൊടുക്കലും ഒക്കെ കൊടുത്തതിന്റെ കൂടെ അള്ളാഹു പുറത്തു കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വിവാഹബന്ധത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോഴും അള്ളാഹു ഈ പറഞ്ഞ പോലെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും അവിടെയും ഏറ്റവും അവസാനത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പരസ്പരം പുറത്തു കൊടുത്ത് രണ്ടുപേരും സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ അതും ഇസ്ലാമികമാണ്. അവിടെ ഒരു കമ്പൽഷൻ ഇല്ല. ഓക്കെ. നമ്മുടെ നമ്മുടെ ദീനിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള നിയമങ്ങളാണ്. അത് നമ്മളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനും നമുക്ക് സമാധാനവും സന്തോഷവും തരാനുള്ളതാണ്. അത് ആരെയും വെറുപ്പിക്കാനും ആരുടെയും മേലും ഒന്നും അടിച്ചേൽപ്പിക്കാനും ഉള്ളതല്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിൽ നമ്മളെ ദീനിനെ അത്ര ഭംഗിയായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് എല്ലാ മേഖലകളിലും മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് തരട്ടെ. അത് നമ്മളുടെ ജീവിതം മൂലം, നമ്മുടെ സംസാരം മൂലം, നമ്മുടെ പ്രവൃത്തികൾ മൂലം മറ്റുള്ളവരിലേക്കും അത് ഭംഗിയായി പ്രചരിപ്പിക്കപ്പെടാനും അവർക്കും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ഉള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് തരട്ടെ. ആമീൻ. നമുക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ, അത് പകർന്നു കൊടുക്കാനുള്ള എളുപ്പവും സാഹചര്യങ്ങളും തൗഫീഖും ഒക്കെ റബ്ബ് തരട്ടെ. آمين. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.